നമുക്ക് ഇന്നത്തെ ധ്യാനം പ്രാർത്ഥനയോടുകൂടി ആരംഭിക്കാം. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവേ എഴുന്നള്ളി വരണം എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ശ്രോതാക്കളിൽ അടിയനിൽ നിൻ്റെ ആത്മാവ് പ്രവർത്തിക്കണമേ. എൻ്റെ അധരങ്ങൾ തുറന്നു തരണമേ, വാക്കുകൾ തരണമേ, അർത്ഥങ്ങൾ തരണമേ. പറയാനുള്ള കാര്യങ്ങൾ പരിശുദ്ധാത്മാവ് തന്നെ തോന്നിച്ച് അത് പറയുവാൻ ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഹൃദയങ്ങളിലെ അത് പരിവർത്തനം വരുത്തണമേ, മാറ്റങ്ങൾ വരുത്തണമേ. കർത്താവായ യേശുവിനെ രക്ഷകനായി വിശ്വസിച്ച് അങ്ങനെ ജീവിച്ച് മുന്നേറുവാനുള്ള വലിയ കൃപ ഞങ്ങളിലേക്ക് ചൊരിയണമേ. നിൻ്റെ ആത്മാവ് ഞങ്ങളുടെ കൂടെ ഇരിക്കണമേ. യേശു കർത്താവിൻ്റെ നാമത്തിൽ തന്നെ ആമീൻ. ഇന്ന് നമ്മൾ ധ്യാനിക്കുന്നത് എഫേസ്യോസ് 5-ാം അധ്യായം 7-ാം വാക്യം മുതലാണ്. ഞാൻ 7-ാം വാക്യം വായിക്കാം. 5:7. അതിനാൽ അവരുമായി സമ്പർക്കമരുത്. അവരുമായി സമ്പർക്കമരുത് എന്ന് പറയുന്നത് തൊട്ട് മുമ്പ് പറഞ്ഞ കാര്യമാണ്. ആരും അർത്ഥശൂന്യമായ വാക്കുകൾ കൊണ്ട് നിങ്ങളെ വഞ്ചിക്കാതിരിക്കട്ടെ. ഇവ മൂലം അനുസരണമില്ലാത്ത മക്കളുടെ മേൽ ദൈവത്തിൻ്റെ ക്രോധം നിപതിക്കുന്നു. അപ്പം അർത്ഥശൂന്യമായ വാക്കുകൾ കൊണ്ട് നമ്മളെ വഞ്ചിക്കുന്ന ചിലരുണ്ട്. അർത്ഥശൂന്യമായ വാക്കുകളാണ് അവർ പറയുന്നത്. അവരുടെ വാക്കുകൾ കൊണ്ട് നിങ്ങൾ വഞ്ചിക്കപ്പെടരുത്. അത് പറഞ്ഞിട്ടാണ് പറയുന്നത്. അതിനാൽ അവരുമായി സമ്പർക്കം അരുത്. നാം ദൈവത്തോട് കൂടെ നടക്കുകയും ദൈവത്തിന് പ്രിയങ്കരരായി നടക്കുകയും ആണ് ചെയ്യേണ്ടത്. ഉൽപ്പത്തിയിൽ ഹെനോക്ക് എന്ന ഒരു വ്യക്തിയെക്കുറിച്ച് നമ്മൾ വായിക്കുന്നുണ്ട്. 365 വർഷമാണ് അദ്ദേഹം ഈ ഭൂമിയിൽ ജീവിച്ചിരുന്നത്. എന്നിട്ട് മരിച്ചില്ല. ദൈവത്തിന് പ്രിയങ്കരനായി അവൻ ജീവിച്ചു. ദൈവത്തിന് പ്രിയങ്കരനായി ജീവിച്ച ഒരാൾ മാതൃകയായിട്ടിരിക്കണം. ഹേനോക്ക് പ്രിയങ്കരനായിട്ട് ജീവിച്ചു. അതിൻ്റെ ഫലമായി അവൻ സംവഹിക്കപ്പെട്ടു, സ്വർഗത്തിലേക്ക് അങ്ങ് എടുക്കപ്പെട്ടു, മരിച്ചില്ല. അതാണ് എൻ്റെ പ്രത്യേകത. ഹെബ്രായ ലേഖനം 11-ാം അധ്യായം 5 മുതൽ 6 വരെയുള്ള വാക്യങ്ങൾ ഇങ്ങനെ നാം വായിക്കുന്നു. വിശ്വാസം മൂലം ഹേനോക്ക് മരണം കാണാതെ സംവഹിക്കപ്പെട്ടു. ദൈവം അവനെ സംവഹിച്ചതുകൊണ്ട് പിന്നീട് അവൻ കാണപ്പെട്ടുമില്ല. അപ്രകാരം എടുക്കപ്പെടുന്നതിന് മുമ്പ് താൻ ദൈവത്തെ പ്രസാദിപ്പിച്ചു എന്ന് അവന് സാക്ഷ്യം ലഭിച്ചു. വിശ്വാസമില്ലാതെ ദൈവത്തെ പ്രസാദിപ്പിക്കുക സാധ്യമല്ല. അപ്പോൾ കർത്താവിൻ്റെ സാമീപ്യം നമുക്ക് ഉണ്ടായിരിക്കണം. അത് നമുക്ക് കർത്താവിൻ നമ്മുടെ കൂടെ ഉണ്ട് എന്നുള്ളൊരു സംഗതി നാം അറിയണം. സങ്കീർത്തനം 16:8 ഇങ്ങനെ എഴുതിയിരിക്കുന്നു: കർത്താവ് എപ്പോഴും എൻ്റെ കൺമുമ്പിലുണ്ട്, അവിടുന്ന് എൻ്റെ വലത്തുഭാഗത്ത് ഉള്ളത് കൊണ്ട് ഞാൻ കുലുങ്ങുകയില്ല. കർത്താവ് എൻ്റെ വലത്തുഭാഗത്തുണ്ട്, എപ്പോഴും എൻ്റെ സമീപത്തുണ്ട്. സങ്കീർത്തനം 34:18 പറയുന്നു: ഹൃദയം നുറുങ്ങിയവർക്ക് കർത്താവ് സമീപസ്ഥനാണ്, മനമുരുകിയവരെ അവിടുന്ന് രക്ഷിക്കുന്നു. യാക്കോബ് അപ്പോസ്തലൻ നമ്മളോട് ഇങ്ങനെ ഒരു ഉപദേശം തരികയാണ്. 4-ാം അധ്യായം 8-ാം വാക്യം: ദൈവത്തോടെ ചേർന്ന് നിൽക്കുവീൻ, അവിടുന്ന് നിങ്ങളോടും ചേർന്ന് നിൽക്കും. പാപികളെ നിങ്ങൾ കരങ്ങൾ ശുചിയാക്കുവീൻ, സന്നിഗ്ധ മനസ്കരെ നിങ്ങളുടെ ഹൃദയങ്ങൾ ശുചിയാക്കുവീൻ. ഈ ദിവ്യ സാന്നിധ്യം വിശുദ്ധരായ ആൾക്കാർക്ക് ആശ്വാസം നൽകുന്നതാണ്. ഒരു സംഭവം പഴയ നിയമത്തിൽ നിന്ന് നമുക്ക് ചിന്തിക്കാവുന്നതാണ്. ബഥേലിൽ വെച്ച് യാക്കോബിന് ഒരു ദർശനമുണ്ടായി. പൂർവ്വപിതാക്കന്മാരിൽ അബ്രഹാം, ഇസ്ഹാക്ക്, യാക്കോബിന് ബഥേലിൽ വെച്ച് ഒരു ദർശനമുണ്ടായി. യാക്കോബ് തൻ്റെ മാതാപിതാക്കളെ അനുസരിച്ച്
പാതാൻ ആരാമിലേക്ക് പോകുന്ന വഴി രാത്രിയായപ്പോൾ ഒരിടത്ത് ഒന്ന് വിശ്രമിച്ചു. അവന് അപ്പോൾ ഒരു ദർശനമുണ്ടായി. ഭൂമിയിൽ നിന്ന് ആകാശം വരെ മുട്ടി നിൽക്കുന്ന ഒരു ഗോവേണി. അതിൽ ദൈവദൂതന്മാർ കയറുകയും ഇറങ്ങുകയും ചെയ്യുന്നു. കർത്താവ് ഗോവേണിയുടെ മുകളിൽ നിന്ന് അരുളി ചെയ്തു, നീ കിടക്കുന്ന ഈ മണ്ണ് നിനക്കും നിന്റെ സന്തതിക്കും ഞാൻ നൽകും. നിന്നിലൂടെയും നിന്റെ സന്തതികളിലൂടെയും ഭൂമിയിലെ ഗോത്രങ്ങളെല്ലാം അനുഗ്രഹിക്കപ്പെടും. യാക്കോബ് ഉറക്കത്തിൽ നിന്ന് ഉണർന്നു. യാക്കോബിനൊരു കാര്യം മനസ്സിലായി. ഉൽപ്പത്തി 28:16 എഴുതിയിരിക്കുന്നു, തീർച്ചയായും കർത്താവ് ഈ സ്ഥലത്തുണ്ട്. ലൂസ് എന്ന ആ സ്ഥലത്തിന് യാക്കോബ് ബഥേൽ എന്ന് പേരിട്ടു. കർത്താവ് ഇവിടെ ഉണ്ട്. ആ സ്ഥലത്തിന് നേരത്തെയുള്ള പേര് ലൂസ് എന്നാണ്. അപ്പോൾ യാക്കോബ് ഉറങ്ങിയ സ്ഥലം ലൂസാണ്. പിന്നീട് ആ സ്ഥലത്തിന് ബഥേൽ എന്ന് യാക്കോബ് മാറി പേരിട്ടു. എൻ്റെ കർത്താവ് ഇവിടെ ഉണ്ട്. കർത്താവ് എപ്പോഴും നമ്മുടെ കൂടെ ഉണ്ട്. ഇസ്രായേൽ ജനം മരുഭൂമിയിൽ കൂടെ നടന്നപ്പോൾ കർത്താവ് ആ യാത്രയിൽ ഇസ്രായേൽ ജനത്തിൻ്റെ കൂടെ ഉണ്ട്. മോശ കർത്താവിനോട് ചോദിച്ചു, ആരെയാണ് എൻ്റെ കൂടെ അയക്കുക? എന്നോട് നേതാവായിട്ടിങ്ങനെ ഇവരെ നയിച്ചുകൊണ്ട് പോകണമെന്ന് പറഞ്ഞു, പക്ഷേ ഞാൻ തന്നെയോ? ആരെയാണ് എൻ്റെ കൂടെ അയക്കുക? പുറപ്പാട് 33:14 പറയുന്നു, കർത്താവ് പറഞ്ഞു, ഞാൻ തന്നെ നിന്നോട് കൂടെ വരികയും നിനക്ക് ആശ്വാസം നൽകുകയും ചെയ്യും. കൂടെ ആരെങ്കിലും ഒരാളെ പറഞ്ഞു വയ്ക്കുകയല്ല, ഞാൻ തന്നെ അങ്ങ് വരാം, നിൻ്റെ കൂടെ വരികയും നിനക്ക് ആശ്വാസം നൽകുകയും ചെയ്യും. മോശയോട് പറഞ്ഞൊരു കാര്യമാണെങ്കിലും നമ്മുടെ ജീവിതത്തിലും അതൊരു പ്രധാന സംഗതിയാണ്. ജീവിതയാത്രയിൽ കർത്താവ് നമ്മോട് കൂടെ വരും, നമ്മളെ ആശ്വസിപ്പിക്കും. ജീവിതത്തിൻ്റെ പല സമരങ്ങളുണ്ട്. ജീവിത സമരങ്ങളിൽ നമുക്ക് ധൈര്യം നൽകുന്നതും കർത്താവാണ്. നിയമാവർത്തനം 20:1 കർത്താവ് ജോഷുവയോട് പറഞ്ഞു, നീ യുദ്ധത്തിന് പുറപ്പെടുമ്പോൾ ശത്രുവിന് നിന്നേക്കാൾ കൂടുതൽ കുതിരകളും രഥങ്ങളും സൈന്യങ്ങളും ഉണ്ടെന്ന് കണ്ടാലും ഭയപ്പെടരുത്. എന്തെന്നാൽ നിന്നെ ഈജിപ്തിൽ നിന്ന് കൊണ്ടുവന്ന നിന്റെ ദൈവമായ കർത്താവ് നിന്നോടുകൂടെയുണ്ട്. അവിടെ കുതിരകളും സൈന്യങ്ങളൊക്കെ ഉണ്ട്, പക്ഷെ നിന്നോട് കൂടെ ആരായിരിക്കുന്നത്? ഈജിപ്തിൽ നിന്ന് നിന്നെ പുറപ്പെടുപ്പിച്ചു കൊണ്ടുവന്ന നിന്റെ ദൈവമായ കർത്താവ് നിന്റെ കൂടെയുണ്ട്. വേറൊന്ന്, കർത്താവ് കൂടെയുള്ളത് കൊണ്ട് പരിശോധന വരുമ്പോൾ നമുക്ക് ആശ്വാസം ലഭിക്കും. യെശയ്യാ 43:2 പറയുന്നു, സമുദ്രത്തിലൂടെ കടന്നു പോകുമ്പോൾ ഞാൻ നിന്നോട് കൂടെ ഉണ്ടായിരിക്കും. നദികൾ കടക്കുമ്പോൾ അത് നിന്നെ മുക്കിക്കളയുകയില്ല. അഗ്നിയിലൂടെ നടന്നാലും നിനക്ക് പൊള്ളൽ ഏൽക്കുകയില്ല. ജ്വാല നിന്നെ ദഹിപ്പിക്കുകയും ഇല്ല. ഇതെല്ലാം ഇസ്രായേൽ ജനത്തിന് സംഭവിച്ച കാര്യങ്ങളാണ്, വെറുതെ പറയുന്നതല്ല. അവർ ചെങ്കടലിൽ കൂടെ കടന്നു, യോർദാൻ നദി കടന്നു, അഗ്നി പരീക്ഷകളുണ്ടായി. ദാനിയേലിൻ്റെ കൂടെയുള്ള 3 യുവാക്കൾക്ക് ജ്വാലയൊന്നും അവരെ ദഹിപ്പിച്ചില്ല. വിശ്വാസികളുടെ കൂടി വരവിന് ദൈവം ഒരു വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. മത്തായി 18:19-20 വാക്യങ്ങൾ, ഞാൻ നിങ്ങളോട് പറയുന്നു, ഭൂമിയിൽ നിങ്ങളിൽ 2 പേർ യോജിച്ച് ചോദിക്കുന്ന ഏത് കാര്യവും എൻ്റെ സ്വർഗസ്ഥനായ പിതാവ് നിറവേറ്റി തരും. എന്തെന്നാൽ 2-3 പേർ എൻ്റെ നാമത്തിൽ ഒരുമിച്ച് കൂടുന്നിടത്ത് അവരുടെ മധ്യേ ഞാനുണ്ടായിരിക്കും. കർത്താവിൻ്റെ സാന്നിധ്യമുണ്ട്. ചോദിച്ചാൽ തീർച്ചയായിട്ടും എന്ത് ചോദിച്ചാലും തരും. അത് കർത്താവിൻ്റെ വാക്കാണ്.
ഒരു കാര്യം കൂടെ നമ്മളിവിടെ അറിഞ്ഞിരിക്കണം. കൂട്ടായ്മയെ സംബന്ധിച്ചൊരു കാര്യം, കർത്താവ് 2-3 പേർ ഒന്നിച്ച് കൂടുമ്പോൾ ഒന്നിച്ചുള്ള ആ കൂട്ടായ്മ, ആ പ്രാർത്ഥന പ്രത്യേകമായിട്ട് കർത്താവിൻ്റെ സാന്നിധ്യം ഉണ്ടെന്ന് അറിയിച്ചിരിക്കുന്നു. തീർച്ചയായിട്ടും തരും. നമ്മൾ യോജിച്ചിരിക്കണം. ഒരാൾ കൊടുക്കണമെന്ന് പറയുമ്പോൾ ഒരാൾ കൊടുക്കണ്ട എന്ന് പറയരുത്. യോജിച്ച് ഏക മനസ്സോട് പ്രാർത്ഥിച്ചാൽ അത് തീർച്ചയായിട്ടും കിട്ടും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം അത്ര ഒരു ഉറപ്പാണ് കർത്താവ് നമുക്ക് തരുന്നത്. ഞാനിനി 8-ാമത്തെ വാക്യത്തിലോട്ട് കയറുകയാണ്. ഒരിക്കൽ നിങ്ങൾ അന്ധകാരമായിരുന്നു, ഇന്ന് നിങ്ങൾ കർത്താവിൽ പ്രകാശമായിരിക്കുന്നു. എഫെസോസുകാരോട് പറഞ്ഞത് നമ്മളോടും പറയുന്നതാണ്. ഒരിക്കൽ നിങ്ങൾ അന്ധകാരമായിരുന്നു, ഇപ്പോൾ നിങ്ങൾ പ്രകാശം ആയിരിക്കുന്നു. അന്ധകാരം, പ്രകാശം, ഈ വാക്കുകളെ ഗുമറനിൽ കാണുന്ന ഒരു ദ്വന്ദ്വ ഭാവത്തിൻ്റെ ചിത്രീകരണമാണത്. ദൈവത്തെ എതിർക്കുന്നവരെ സൂചിപ്പിക്കുവാൻ അന്ധകാരമെന്നും യേശുവിനെ, സമൂഹത്തെ സൂചിപ്പിക്കുവാൻ പ്രകാശമെന്നും ഗുമറൻ ഉപയോഗിച്ചിട്ടുണ്ട്. ഇതേ താരതമ്യപ്പെടുത്തലും വ്യത്യാസവുമാണ് ക്രിസ്ത്യാനികൾക്കും ബാധകമായിരിക്കുന്നത്. 1 തെസ്സലോനിക്ക 5:5 പൗലോസ് എഴുതിയിരിക്കുന്നു, നിങ്ങൾ എല്ലാവരും പകലിൻ്റെയും പ്രകാശത്തിൻ്റെയും പുത്രന്മാരാണ്. നമ്മിൽ ആരും തന്നെ രാത്രിയുടെയോ അന്ധകാരത്തിൻ്റെയോ മക്കൾ അല്ല. ഭാവിയിൽ നമുക്കൊരു രാജാവുണ്ടാകും. ആ രാജാവിനെക്കുറിച്ച് യേശയ്യ പ്രവചിച്ചിട്ടുണ്ട്. ഇങ്ങനെയൊക്കെയാണ് പ്രവചിക്കുന്നത്. യേശയ്യ 9:2, അന്ധകാരത്തിൽ കഴിഞ്ഞ ജനം മഹത്തായ ഒരു പ്രകാശം കണ്ടു. ക്രിസ്തുവിനെയാണ്. കൂരിരുട്ടുന്ന ദേശത്ത് വസിച്ചിരുന്നവരുടെ മേൽ പ്രകാശമുദിച്ചു. ഇരുട്ടെന്നും പ്രകാശമെന്നും ഒക്കെ പറയുന്ന വാക്കുകൾക്ക് ആത്മീയമായ തലത്തിൽ ചില അർത്ഥമുണ്ട്. അതും നമ്മൾ അറിഞ്ഞിരിക്കണമല്ലോ. മത്തായി 6-ാം അധ്യായം 22-23 വാക്യങ്ങളിൽ കർത്താവ് പറയുകയാണ്, കണ്ണാണ് ശരീരത്തിൻ്റെ വിളക്ക്. കണ്ണ് കുറ്റമറ്റതെങ്കിൽ ശരീരം മുഴുവൻ പ്രകാശിക്കും. കണ്ണ് ദുഷ്ടമാണെങ്കിലോ ശരീരം മുഴുവൻ ഇരുണ്ടുപോകും. നിന്നിലെ പ്രകാശം അന്ധകാരമാണെങ്കിൽ അന്ധകാരം എത്രയോ വലുതായിരിക്കും. കണ്ണിൻ്റെ പ്രാധാന്യവും കണ്ണ് എങ്ങനെ ശരിയായിട്ട് ഉപയോഗിക്കണമെന്നൊക്കെ കർത്താവ് അങ്ങനെ അങ്ങ് പഠിപ്പിക്കുകയാണ്. നല്ല പ്രകാശമാണ് ശരീരത്തിൻ്റെ, ദുരുപയോഗപ്പെടുത്തരുത്. യോഹന്നാൻ 1:4-5 വാക്യങ്ങളിൽ പറയുന്നു, അവനിൽ ജീവനുണ്ടായിരുന്നു, ആ ജീവൻ മനുഷ്യരുടെ വെളിച്ചമായിരുന്നു, ആ വെളിച്ചം ഇരുളിൽ പ്രകാശിക്കുന്നു, അതിനെ കീഴടക്കാൻ ഇരുളിന് കഴിഞ്ഞില്ല. യേശുക്രിസ്തുവാണ് ആ പ്രകാശം. അത് മനുഷ്യരുടെ വെളിച്ചമാണ്. ഇരുളിൽ അത് പ്രകാശിക്കും. ആ ഇരുളിനെ കീഴടക്കാൻ ആ പ്രകാശത്തെ കീഴടക്കുവാൻ ഇരുളിന് കഴിഞ്ഞില്ല. യോഹന്നാൻ 3:19 പറയുന്നു, ഇതാണ് ശിക്ഷാവിധി, പ്രകാശം ലോകത്തിലേക്ക് വന്നിട്ടും മനുഷ്യർ പ്രകാശത്തേക്കാൾ അധികമായി അന്ധകാരത്തെ സ്നേഹിച്ചു. കാരണം അവരുടെ പ്രവൃത്തികൾ തിന്മ നിറഞ്ഞത് ആയിരുന്നു. എന്തുകൊണ്ടായി ഈ അന്ധകാരത്തെ ജനങ്ങൾ സ്നേഹിക്കുന്നത്? അവരുടെ പ്രവൃത്തികൾ തിന്മ നിറഞ്ഞതാണ്. അതുകൊണ്ടാണ് ഈ അന്ധകാരത്തെ സ്നേഹിക്കുന്നത്. അത് പ്രകാശം വന്നെങ്കിലും അതിനെ സ്വീകരിക്കുകയോ അതിനെ സ്നേഹിക്കുകയോ ചെയ്യുന്നില്ല. പ്രകാശം എന്ന് പറഞ്ഞ യേശുക്രിസ്തുവാണ്. നമ്മൾ ഈ അന്ധകാരത്തിൻ്റെ ഈ പ്രവൃത്തികളെല്ലാം അങ്ങ് കളഞ്ഞിട്ട് പ്രകാശത്തിൻ്റെ ആയുധങ്ങൾ ധരിക്കാനാണ് പൗലോസ് നമ്മളോട് നിർദ്ദേശിക്കുന്നത്. റോമാലേഖനം 13-ാം അധ്യായം 13-14 വാക്യങ്ങളിൽ ഇങ്ങനെ പൗലോസ് എഴുതിയിരിക്കുന്നു, പകലിന് യോജിച്ച വിധം നമുക്ക് പെരുമാറാം. സുഖലോലുപതയിലോ മദ്യലഹരിയിലോ അവിഹിത വേഴ്ചകളിലോ
വിഷയാസക്തിയിലോ കലഹങ്ങളിലോ അസൂയയിലോ വ്യാപരിക്കരുത്. പ്രത്യുത കർത്താവായ യേശു ക്രിസ്തുവിനെ ധരിക്കുവീൻ. ദുർമോഹങ്ങളിലേക്ക് നയിക്കത്തക്ക വിധം ശരീരത്തെപ്പറ്റി ചിന്തിക്കാതിരിക്കുവീൻ. ശരീരത്തിൻ്റെ കാര്യങ്ങൾ മാത്രം ചിന്തിച്ചു പോകുന്ന ചില ആൾക്കാരുണ്ട്. ദുർമോഹങ്ങളിലേക്ക് നയിക്കുകയുള്ളൂ. ശരീരത്തെപ്പറ്റി അങ്ങനെ ചിന്തിക്കേണ്ട കാര്യമില്ല. ക്രിസ്തു ലോകത്തിൻ്റെ പ്രകാശമാണ്. മത്തായി 4:16 പറയുന്നു, അന്ധകാരത്തിൽ സ്ഥിതി ചെയ്തിരുന്ന ജനങ്ങൾ വലിയ പ്രകാശം കണ്ടു. മരണത്തിൻ്റെ മേഖലയിലും നിഴലിലും വസിച്ചിരുന്നവർക്കായി ഒരു ദീപ്തി ഉദയം ചെയ്തിരിക്കുന്നു. ക്രിസ്തുവിൻ്റെ മനുഷ്യാവതാരത്തെക്കുറിച്ചും അവൻ ഗലീലി പ്രദേശങ്ങളിൽ താമസിച്ചതിനെക്കുറിച്ചുമായി പറയുന്നത്, അന്ധകാരത്തിൽ ആണ്ടിരുന്ന ജനം ഒരു ദീപ്തി അവർക്ക് വേണ്ടി ഉദയം ചെയ്തത് കണ്ടു. അതാണ് പറഞ്ഞിരിക്കുന്നത്. നമ്മളെ വെളിച്ചത്തിൻ്റെ മക്കളാണെന്നുള്ള ആ ഒരു ഓർമ്മ നമുക്കുണ്ടായിരിക്കണം. നമ്മൾ വെളിച്ചത്തിൻ്റെ മക്കളാണ്. യോഹന്നാൻ 12:36 പറയുന്നു, നിങ്ങൾ പ്രകാശത്തിൻ്റെ മക്കളാകേണ്ടതിന് നിങ്ങൾക്ക് പ്രകാശമുള്ളപ്പോൾ അതിൽ വിശ്വസിക്കുവീൻ. നമ്മൾ പ്രകാശത്തിൻ്റെ മക്കളായിരിക്കണം. എന്താ നമ്മൾ ചെയ്യേണ്ടത്? നമ്മൾ പ്രകാശത്തിൻ്റെ മക്കളാകാൻ ആഗ്രഹിക്കുന്നു. നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? അതിൽ വിശ്വസിച്ചാൽ മതി. യേശു ക്രിസ്തുവാകുന്ന പ്രകാശത്തിൽ നമ്മൾ വിശ്വസിച്ചാൽ നമ്മൾ ആ പ്രകാശത്തിൻ്റെ മക്കളായിട്ട് മാറും. നമുക്ക് പ്രകാശം ഉള്ളപ്പോൾ അതിൽ വിശ്വസിക്കുവിൻ. നമ്മുടെ സമീപത്തെ രക്ഷയുടെ ആ സന്ദേശം, ആ പ്രകാശം യേശുക്രിസ്തു നിൽക്കുകയാണ്. വിശ്വസിച്ചാൽ മതിയല്ലോ. അങ്ങ് വിശ്വസിക്കുവിൻ. കുറേ നാൾ കഴിഞ്ഞിട്ട് ഞാൻ വിശ്വസിക്കാമെന്ന് പറഞ്ഞാൽ പ്രകാശം ചിലപ്പം നിൻ്റെ അടുക്കൽ നിന്ന് മാറിപ്പോയെന്നിരിക്കും. പ്രകാശം ഉള്ളപ്പോൾ അതിൽ വിശ്വസിക്കുവിൻ. ഇനി നമ്മൾ അടുത്ത വാക്യത്തിലേക്ക് പോകാം. 9-ാമത്തെ വാക്യം, പ്രകാശത്തിൻ്റെ മക്കളെ പോലെ വർത്തിക്കുവിൻ. പ്രകാശത്തിൻ്റെ ഫലം സകല നന്മയിലും നീതിയിലും സത്യത്തിലുമാണ് പ്രത്യക്ഷപ്പെടുന്നത്. പ്രകാശത്തിൻ്റെ ഫലങ്ങൾ സകല നന്മയിലും നീതിയിലും സത്യത്തിലുമാണ് പ്രത്യക്ഷപ്പെടുന്നത്. ഫലങ്ങൾ ഉണ്ടാകണം. ആത്മീയ ഫലങ്ങളെക്കുറിച്ച് അവിടെ നമ്മൾ ചിന്തിക്കുന്നത്. ആ ഫലം ജീവിതകാലം ഒക്കെയും ഫലം പുറപ്പെടുവിച്ചുകൊണ്ടേയിരിക്കണം. ഏതെങ്കിലും ഒരു പ്രവൃത്തി ചെയ്ത് എൻ്റെ ജീവിതത്തിൽ അങ്ങനെ ഒരു ഫലം പുറപ്പെടുവിച്ചെന്ന് പറഞ്ഞ് സ്വസ്ഥമായിട്ട് പിന്നെ ഇരുന്നാൽ പോരാ. അത് എപ്പോഴും ജീവിതകാലം ഒക്കെയും ഫലം പുറപ്പെടുവിച്ചുകൊണ്ടേയിരിക്കണം. സങ്കീർത്തനം 92-ന്റെ 12, 13, 14 വാക്യങ്ങൾ, നീതിമാന്മാർ പന പോലെ തഴയ്ക്കും, ലെബനോനിലെ ദേവദാരു പോലെ വളരും, അവരെ കർത്താവിൻ്റെ ഭവനത്തിൽ നട്ടിരിക്കുന്നു, അവർ നമ്മുടെ ദൈവത്തിൻ്റെ അങ്കണത്തിൽ തഴച്ചു വളരുന്നു, വാർദ്ധക്യത്തിലും അവർ ഫലം പുറപ്പെടുവിക്കും, അവർ എന്നും ഇല ചൂടി പുഷ്ടിയോടെ നിൽക്കും. ഫലം പുറപ്പെടുവിക്കണമെന്ന് പറഞ്ഞതേ കുട്ടിക്കാലത്ത് അല്ലെങ്കിൽ യൗവനകാലത്ത് അല്ലെങ്കിൽ ഒരു 60 വയസ്സാകുന്നത് വരെ, അത് കഴിഞ്ഞാൽ പിന്നെ വാർദ്ധക്യമാണല്ലോ എന്നും പറഞ്ഞ് അങ്ങ് വിശ്രമ ജീവിതത്തിലേക്ക് അങ്ങ് പോയാൽ പോരാ. ഇവിടെ പറഞ്ഞിരിക്കുന്നത് വാർദ്ധക്യത്തിലും അവർ ഫലം പുറപ്പെടുവിക്കും, അവർ എന്നും ഇല ചൂടി പുഷ്ടിയോടെ നിൽക്കും. മരിക്കുന്ന നിമിഷം വരെയും പ്രവർത്തന നിരതമായിരിക്കണം, ഫലം പുറപ്പെടുവിച്ചുകൊണ്ടേയിരിക്കണം. റെസ്റ്റ് എടുക്കാനായിട്ടല്ല, പെൻഷൻ പറ്റി മതി ഇത്രയും നാൾ വർക്ക് ചെയ്തു തീർന്നു, ഇനി ഞാൻ വിശ്രമ ജീവിതത്തിലേക്ക് പ്രവേശിക്കുകയാണെന്ന് പറഞ്ഞ് വിശ്രമ സംഘത്തിൽ കയറിയിരുന്നാൽ പോരാ. മരിക്കുന്ന നിമിഷം വരെയും
ഫലം പുറപ്പെടുവിക്കുന്നവരായിരിക്കണം. പ്രവർത്തിച്ചുകൊണ്ടേ ഇരിക്കണം, അതിനുള്ള ശക്തി തരും. ആ ശക്തിക്കനുസരിച്ച് അങ്ങ് പ്രവർത്തിച്ചാൽ മതി. വേറൊരു പ്രത്യേകത, തുടർമാനമായി ഫലം പുറപ്പെടുവിക്കും. ആദ്യം ഒരു 4-5 വർഷം ഫലം പുറപ്പെടുവിക്കും, പിന്നെ തീർന്നു, ഫലമൊക്കെ തീർന്നു. ചില വൃക്ഷങ്ങൾ അങ്ങനെയാണല്ലോ. ചില തെങ്ങുകളുണ്ട്, ആദ്യം കുറച്ച് ഒരു 4-5 വർഷം നല്ല കായുമായിരിക്കും, അത് കഴിയുമ്പോൾ പിന്നെ ഫലവുമില്ല, ഒന്നുമില്ല, പിന്നെ വെട്ടിക്കളയേണ്ടതായിട്ട് വരും. അങ്ങനത്തെ അവസ്ഥയല്ല, തുടർമാനമായി ഫലം പുറപ്പെടുവിക്കണം. എസെക്കിയേൽ 47:12 പറയുന്നു, നദിയുടെ ഇരുകരകളിലും എല്ലാത്തരം ഫലവൃക്ഷങ്ങളും വളരും, അവയുടെ ഇലകൾ വാടിക്കൊഴിയുകയോ അവ ഫലം നൽകാതിരിക്കുകയോ ചെയ്യുകയില്ല. അവയ്ക്ക് വേണ്ട ജലം വിശുദ്ധ സ്ഥലത്ത് നിന്ന് ഒഴുകുന്നത് കൊണ്ട് മാസം തോറും പുത്തൻ ഫലം പുറപ്പെടുവിക്കും. അവയുടെ ഫലം ഭക്ഷണത്തിനും ഇലകൾ രോഗശമനത്തിനും ഉപകരിക്കുന്നു. അപ്പോൾ എപ്പോഴും ഫലം പുറപ്പെടുവിക്കും, മാസം തോറും പുതിയ ഫലങ്ങൾ പുറപ്പെടുവിക്കും. അത് ശ്രദ്ധിച്ചോണം. ഫലം പുറപ്പെടുവിക്കുന്നു, പുതിയ ഫലങ്ങൾ പുറപ്പെടുവിക്കും. എന്നും ഒരേ ഫലമല്ല, പിന്നെ അതിനെക്കാട്ടിലുപരിയായ ഗുണമേന്മയുള്ള വർദ്ധമാനമായ രീതിയിൽ ഫലം പുറപ്പെടുവിക്കും, പുത്തൻ ഫലം പുറപ്പെടുവിക്കും. അവയുടെ ഫലം ഭക്ഷണത്തിനും ഇലകൾ രോഗശമനത്തിനും ഉപകരിക്കുന്നു. നമ്മളൊരു കാര്യം ചെയ്യുന്നു, അതിൻ്റെ ഫലം പുറപ്പെടുവിക്കുന്നത്, അനുഭവിക്കുന്നത് മറ്റു ജനങ്ങളാണ്. മറ്റു ജനങ്ങൾ അനുഭവിക്കുന്നതിന് വേണ്ടിയാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ആ ഫലം ഭക്ഷണത്തിന് ഉപകരിക്കും. വചനമാണല്ലോ ഭക്ഷണം. അപ്പോൾ ഈ ഭക്ഷണത്തിനുള്ള ഫലം നമ്മൾ പുറപ്പെടുവിച്ചുകൊണ്ടേയിരിക്കണം. വചനം സംസാരിക്കണമെന്ന് പറയുന്നതിൻ്റെ അർത്ഥം ദൈവവചനമാണ് ഭക്ഷണം, അത് നമ്മൾ പുറപ്പെടുവിക്കണം. ആ വചനമാണ് ആൾക്കാർ ഭക്ഷിച്ച് അവർ വളർന്ന പരിപുഷ്ടിയായിട്ട് അവരും ഫലം പുറപ്പെടുവിക്കും. മാർത്ത മറിയത്തിൻ്റെ കാര്യം നമുക്കറിയാമല്ലോ. യേശു വീട്ടിൽ ചെന്നു, മാർത്ത അടുക്കളയിൽ അങ്ങ് ജോലി ധൃതിയിലാണ്, ജോലിയിൽ അങ്ങ് വ്യാപൃതയായിരിക്കുക. ചെയ്യണ്ടെന്നൊന്നും അല്ല പറയുന്നതിൻ്റെ അർത്ഥം, പക്ഷെ അതിൽ വ്യാപൃതയായിരിക്കുന്നത് കൊണ്ട് വചനം ഉൾക്കൊള്ളുവാൻ അവൾ കഴിയുന്നില്ല. അവൾ വന്ന് പരാതിപ്പെടുന്നു. കർത്താവായ യേശു പറഞ്ഞു, ഒന്നേ ആവശ്യമുള്ളൂ, അത് വചനമാണ്. അത് അവൾ ഗ്രഹിച്ചുകൊണ്ടേയിരിക്കുക, അവളിൽ നിന്ന് അത് എടുത്തു കളയുവാൻ സാധ്യമല്ല. ആത്മീയമായ വളർച്ച തന്നെയല്ല നമ്മുടെ ശരീരത്തിൻ്റെ വളർച്ചയ്ക്ക് ഈ വചനമാണ് ആവശ്യം. മനുഷ്യൻ ജീവിക്കുന്നത് ഈ ഭക്ഷണം കൊണ്ട്, മനുഷ്യനിർമ്മിതമായ ഭക്ഷണം കൊണ്ടല്ല, ദൈവത്തിൻ്റെ വായിൽ നിന്ന് വീഴുന്ന ഓരോ വാക്ക് കൊണ്ടുമാണ് മനുഷ്യൻ ജീവിക്കുന്നത്. എഴുതപ്പെട്ട വചനമാണത്. കർത്താവായ യേശു പിശാചിനോടത് ഉദ്ധരിച്ച് പറഞ്ഞു. പിശാചിൻ്റെ പ്രലോഭനത്തിൽ പിശാച് പരാജയപ്പെട്ടു പോയി എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. ദൈവവചനമാണ് നമുക്ക് ജീവൻ നൽകുന്നതും നമ്മളെ വളർത്തുന്നതും. അതുകൊണ്ട് നമ്മൾ ഈ ഫലം പുറപ്പെടുവിക്കണം, വചനം പ്രസംഗിച്ചുകൊണ്ടേയും മറ്റുള്ളവർ കൊടുത്തുകൊണ്ടേയിരിക്കണം. രണ്ടാമത് പറഞ്ഞിരിക്കുന്നത്, അതിൻ്റെ ഇലകൾ രോഗശമനത്തിനും ഉപകരിക്കുന്നു. രോഗം ശാരീരിക രോഗങ്ങൾ ആണെങ്കിൽ അതും മാറും, ആത്മീയ തലത്തിലുള്ള രോഗമാണെങ്കിലും അതിലും മാറും. വചനത്തിന് അതിൻ്റെ ശക്തിയുണ്ട്. ശാരീരിക രോഗങ്ങളെ സംബന്ധിച്ച് ചിന്തിച്ചാൽ, നമ്മൾ വചനം പ്രസംഗിക്കുന്ന വ്യക്തികൾക്ക് രോഗശാന്തിക്കുള്ള വരവും കർത്താവ് തരുന്നുണ്ട്. നമുക്ക് കാണുവാൻ സാധിക്കും. അപ്പോസ്തലന്മാരെ പറഞ്ഞയച്ചപ്പോൾ, നിങ്ങൾ പോയി പ്രസംഗിക്കുവീൻ, മാനസാന്തരത്തിൻ്റെ കാര്യം സുവിശേഷം അറിയിക്കുവീൻ, നിങ്ങളെ രോഗികളെ സുഖപ്പെടുത്തുവീൻ. വിശ്വാസത്തോടുകൂടി അങ്ങ് നിങ്ങൾ പറഞ്ഞാൽ മതി, പ്രാർത്ഥിക്കുമ്പോൾ അത് സംഭവിക്കും. മുടന്തരെ സൗഖ്യമാക്കുന്നു ആര്? പത്രോസും യോഹന്നാനും. എഴുന്നേറ്റ് നടക്കുക, അവൻ എഴുന്നേറ്റ് നടക്കുന്നു. എത്രയോ രോഗികളെയാണ് അപ്പോസ്തലന്മാർ, പൗലോസ് അപ്പോസ്തലൻ എത്രയോ അത്ഭുതങ്ങൾ, അടയാളങ്ങളൊക്കെയാണ് ചെയ്തത്. സാധിക്കും. അപ്പോൾ അവയുടെ ഇലകൾ രോഗശമനത്തിന് ഉപകരിക്കുന്നു. ആത്മീയമായ തലത്തിൽ, ശാരീരികമായ തലത്തിൽ എന്തെങ്കിലും രോഗങ്ങളുണ്ടെങ്കിൽ അത് മാറും. ആത്മീയ തലത്തിലോ ശാരീരിക തലത്തിലോ മാനസിക തലത്തിലോ രോഗമുണ്ടെങ്കിൽ അത് മാറും. അത് മാറ്റുവാനുള്ള അധികാരം കൂടെ
കർത്താവ് തൻ്റെ ശിഷ്യന്മാർക്ക് നൽകിയിരിക്കുക. വിശ്വാസത്തോടുകൂടി പറഞ്ഞാൽ അത് സംഭവിക്കും. വിശ്വാസത്തോടുകൂടി പറഞ്ഞാൽ എന്താണ് സംഭവിക്കാതിരിക്കുന്നത്? സംഭവിക്കും. തരാമെന്ന് കർത്താവിൻ്റെ വാക്കാണ്. പിന്നീട് നമ്മളൊരു കാര്യം അറിയേണ്ടത്, വചനങ്ങൾ നമ്മൾ വിതയ്ക്കുന്നു. എന്തിനാണ്? അത് വളർന്ന് ഫലം പുറപ്പെടുവിക്കാനാണ്. ഫലം പുറപ്പെടുവിക്കുമെന്നാണല്ലോ ഇപ്പം നമ്മൾ പറഞ്ഞതും. പക്ഷെ ഒരു കാര്യം ശ്രദ്ധിക്കാനുണ്ട്, ഈ വിത്ത് നല്ല നിലത്ത് വേണം വീഴുവാൻ. വിതയ്ക്കുമ്പോൾ ചിലയിടത്ത് മുള്ളുകളുടെ ഇടയിൽ, ചിലത് വഴിയഴിയിൽ, റോഡിലോട്ട് ഇങ്ങനെയൊക്കെ വീഴുന്നതുണ്ട്, കല്ലുകളുടെ ഇടയിലൊക്കെ. വിതയ്ക്കുന്ന ആൾ ശ്രദ്ധിക്കേണ്ടതാണെന്ന് പറയാം, എന്നാലും എപ്പോഴും ഈ ശ്രദ്ധ വന്നില്ലെന്നിരിക്കും. നല്ല നിലത്ത് വീഴുന്ന വിത്തുകളാണ് വളർന്ന് വന്ന് 30, 60, 100 മേനി ഫലം പുറപ്പെടുവിക്കുന്നത്. മത്തായിയുടെ സുവിശേഷം 13-ാം അധ്യായം 8-ാം വാക്യത്തിൽ യേശു കർത്താവ് പറഞ്ഞ ഉപമയുടെ ഒരു വാചകമാണ്. വിതക്കാരൻ്റെ ഉപമ യേശു ഇങ്ങനെ പഠിപ്പിക്കുകയാണ്. മറ്റ് ചിലത് നല്ല നിലത്ത് വീണു, അത് 100 മേനിയും 60 മേനിയും 30 മേനിയും വിളവ് നൽകി. നല്ല നിലത്ത് വീഴണം, അല്ലെങ്കിൽ നമ്മുടെ നിലത്തെ നല്ല നിലമാക്കി നമ്മൾ മാറ്റണം. അവിടെ കിടക്കുന്ന കല്ലുകൾ പറക്കിക്കളയണം. അവിടെ കിടക്കുന്ന കിളിച്ച് വരുന്ന മുള്ളുകളെ നമ്മൾ മാറ്റിക്കളയണം. ആവശ്യമില്ലാത്ത ലൗകികമായ ആവശ്യമില്ലാത്ത പല കാര്യങ്ങളിൽ അങ്ങനെ ബന്ധപ്പെട്ടിട്ട് കാര്യമൊന്നുമില്ല. അത് നമ്മുടെ വിതയ്ക്കപ്പെടുന്ന വചനം കിളിച്ചു വരാൻ ശല്യമായിരിക്കും. കളകൾ വീഴാതെ ശ്രദ്ധിക്കണം. കള വീണിട്ടുണ്ടെങ്കിൽ അത് പറിച്ച് നേരത്തെ അങ്ങ് മാറ്റണം. സത്യ ഉപദേശം നമ്മുടെ മനസ്സിലോട്ട് വിതയ്ക്കപ്പെട്ട് കഴിഞ്ഞിട്ട് ശത്രു വന്ന്, പിശാച് വന്ന് വേറെ ചിലതൊക്കെ കയറി വിതയ്ക്കും. എല്ലാം കൂടെ കൺഫ്യൂഷനായി പോവുക, ശരിയേതാ തെറ്റാണെന്ന് മനസ്സിലാക്കാൻ വയ്യാത്തൊരവസ്ഥ വരികയാണ്. അതിന് ബൈബിള് നോക്കിയാൽ മതി. വേദപുസ്തകത്തിൽ എഴുതിയിട്ടുള്ളതാണ് വിശ്വസിക്കേണ്ടത്. അല്ലാതെ ആൾക്കാർ ഓരോന്ന് പറയുന്നതൊക്കെ വ്യാജപ്രവാചകന്മാരും കള്ളക്രിസ്തുമാരും ഒക്കെ വരും. വിശ്വസിച്ചുകൊണ്ടിരിക്കേണ്ട. നമ്മൾ മനസ്സിലാക്കി വിശ്വസിക്കാനുള്ളത് വേദപുസ്തകത്തിലുള്ളത് വായിച്ച് വിശ്വസിച്ചോണം. 100 മേനി ഫലം പുറപ്പെടുവിക്കാൻ സാധിക്കും. ഇവിടെ പറഞ്ഞിരിക്കുന്ന യേശു പറഞ്ഞ കാര്യം, ചിലത് 100 മേനി, ചിലത് 60 മേനി, ചിലത് 30 മേനി ഫലം പുറപ്പെടുവിക്കും. ഈ ഫലം പുറപ്പെടുവിക്കുന്നതിന് തന്നെ ചില വ്യത്യാസങ്ങൾ നമ്മൾ കാണുന്നു. യേശു വേറൊരു ഉപമ പറഞ്ഞിട്ടുണ്ട്. 10 ദേനാറ, 5 ദേനാറ, 1 ദേനാറ കൊടുത്തിട്ട് വ്യാപാരത്തിന് പോയ വ്യാപാരിയുടെ കാര്യം. തിരിച്ചു വന്നപ്പോൾ കണക്ക് ചോദിച്ചു. 10 കിട്ടിയവൻ 10 കൂടെ സമ്പാദിച്ചു, 5 കിട്ടിയവൻ 5 കൂടെ സമ്പാദിച്ചു. കൊള്ളാം, നല്ലവന് വിശ്വസ്തനായ ഭക്തരാ അവർക്ക് വേണ്ട എല്ലാ അനുഗ്രഹങ്ങളും ഭരണാധികാരിയോ ഒക്കെ വസ്തുവകകളൊക്കെ കൊടുത്തു. 1 കിട്ടിയവൻ അത് കുഴിച്ചിട്ടു. നീ വലിയ കർക്കശനാണെന്ന് ഞാൻ അറിഞ്ഞു, അതുകൊണ്ട് അത് നഷ്ടപ്പെടാതെ ഞാനിവിടെ കുഴിച്ചിട്ടിട്ടുണ്ട്, എന്നാ അത് നീ പിടിച്ചു. ദുഷ്ടൻ, അവിശ്വസ്തനായ ഭൃത്യ, നിൻ്റെ വീതം ആ നരകക്കുഴിയാണ്, അഗ്നിയാണ്, നീ അങ്ങോട്ട് പൊക്കൂ. അപ്പോൾ നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന ആ വിത്ത്, ആ പണം നമ്മൾ കുഴിച്ചു വെക്കാനുള്ളതല്ല. ഫലം പുറപ്പെടുവിക്കത്തക്കവണ്ണം അത് വിതയ്ക്കണം. വിതയ്ക്കുന്ന വിത്തുകളാണ് ഫലം പുറപ്പെടുവിക്കുന്നത്. സഞ്ചിക്കകത്ത് കെട്ടി അലമാരയെ കൊണ്ട് വെച്ചാൽ ഫലം പുറപ്പെടുവിക്കത്തില്ല. അറിയാമെന്ന് പറഞ്ഞുകൊണ്ടിരുന്നൊരു കാര്യമില്ല. വിതയ്ക്കണം, 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 എങ്കിലേ ഫലം പുറപ്പെടുവിക്കുകയുള്ളൂ. നല്ല സ്ഥലത്തായിരുന്നാൽ 100 മേനി, 60 മേനി, 30 മേനി ഫലം പുറപ്പെടുവിക്കും. അപ്പോൾ ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കണം. നമ്മളിൽ വിതയ്ക്കപ്പെടുന്നത് 100 മേനി ഫലം പുറപ്പെടുവിക്കത്തക്കൊണ്ട് നമ്മളെ തന്നെ ഒന്ന് ക്രമീകരിക്കണം, നല്ല നിലമാക്കി എടുക്കണം. 60 മേനി ആയാലും കർത്താവ് അങ്ങ് ക്ഷമിക്കുമെന്നാലും 100 മേനി വരത്തക്കവണ്ണം നമ്മുടെ നിലത്തെ ഒന്ന് ഒരുക്കിയെടുക്കണം. അത് നമ്മുടെ ചുമതലയല്ലേ. ചിലത് 30 മേനി, 30 ആയാലും കർത്താവ് അംഗീകരിക്കുന്നു. പക്ഷെങ്കിൽ 100 മേനി പുറപ്പെടുവിക്കാൻ സാധ്യതയുള്ള സ്ഥലത്ത്
എന്തിന് 30 മേനി കൊണ്ട് മതി എന്ന് വെക്കുന്നു? 100 മേനിയും ഫലം പുറപ്പെടുവിക്കത്തക്കവണ്ണം നമ്മുടെ ഹൃദയത്തെ ക്രമീകരിക്കണം, ശുദ്ധീകരിക്കണം. കഠിന ഹൃദയമാക്കരുത്. ആ വചനങ്ങൾ സ്വീകരിക്കത്തക്കവണ്ണം, അത് നനയപ്പെടത്തക്കവണ്ണം, ആത്മാവിനാൽ നനയപ്പെടത്തക്കവണ്ണം നമ്മൾ പ്രാർത്ഥിക്കുകയും ആഗ്രഹിക്കുകയും ചെയ്യണം. അത് വളർന്നു വരും, 100 മേനി ഫലം പുറപ്പെടുവിക്കും. എന്തൊരു സന്തോഷമായിരിക്കും നമുക്കും ദൈവത്തിനും മാലാഖമാർക്കും സന്തോഷകരമായിരിക്കും. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സംഗതി, ഈ ഫലമെന്ന് പറയുന്നത് തന്നെ പല തരത്തിലുള്ള ഫലങ്ങളുണ്ട്. വൃക്ഷങ്ങൾ നമുക്കറിയാമല്ലോ, പലതരങ്ങളുള്ള വൃക്ഷങ്ങൾ. അപ്പോൾ പലതരത്തിലുള്ള ഫലങ്ങളുണ്ടാകും. ആത്മീയമായ നിലയിൽ ചില ഫലങ്ങൾ ഗലാത്യ ലേഖനം 5-ാം അധ്യായം 22 എഴുതിയിരിക്കുന്നു. അവിടെ 9 ഫലത്തെക്കുറിച്ച് എഴുതിയിരിക്കുന്നത്. ആത്മാവിൻ്റെ ഫലങ്ങൾ എന്ന് പറഞ്ഞ് എഴുതിയിരിക്കുകയാണ്. സ്നേഹം, ആനന്ദം, സമാധാനം, ക്ഷമ, ദയ, നന്മ, വിശ്വസ്തത, ആത്മസംയമനം, ഇവയാണ്. ഇവയ്ക്കെതിരായി ഒരു നിയമവുമില്ല. ആത്മാവിൻ്റെ ഫലങ്ങളെന്നാണ് പറഞ്ഞിരിക്കുന്നത്. പരിശുദ്ധാത്മാവ് നമ്മളിൽ വസിക്കുന്നത് കൊണ്ട് നമ്മൾ പുറപ്പെടുവിക്കുന്ന, അല്ലെങ്കിൽ നമ്മളിൽ നിന്ന് പുറത്തേക്ക് വരുന്ന ഫലങ്ങളാണ് അവ. ആത്മാവിൻ്റെ ഫലങ്ങൾ എന്നതുകൊണ്ടാണ് പറഞ്ഞിരിക്കുന്നത്. 9 എണ്ണമാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. നമ്മൾ സാധാരണ പറയുന്നത് പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങൾ 9 എണ്ണം എന്ന് പറയും. 9 എണ്ണമെന്ന് നമ്മളങ്ങ് ചുരുക്കണ്ട. 9 എണ്ണത്തെക്കുറിച്ചാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്ന് മനസ്സിലാക്കിയാൽ മതിയാകും. അത് സ്നേഹം, ആനന്ദം, സമാധാനം, ക്ഷമ, ദയ, നന്മ, വിശ്വസ്തത, സൗമ്യത, ആത്മസംയമനം, ഇവയാണ്. സ്നേഹം അത് ദൈവം തന്നെയാണല്ലോ. പരിശുദ്ധാത്മാവ് നിറഞ്ഞു നിൽക്കുന്നവർക്ക് ആ ഫലം പുറപ്പെടുവിക്കാൻ സാധിക്കും. ആനന്ദം, എപ്പോഴും കരഞ്ഞ് കർത്താവിന് മുമ്പിൽ പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ കരയണം. നമ്മുടെ ഹൃദയം അങ്ങനെ തുറക്കണം. നമ്മുടെ കരച്ചിലിൻ്റെ കണ്ണുനീർ കണങ്ങൾ കർത്താവ് ശേഖരിക്കുന്നു. അതുകൊണ്ട് ജീവിതം മുഴുവനും കരഞ്ഞുകൊണ്ടിരിക്കണമെന്നല്ല അതിൻ്റെ അർത്ഥം. ആത്മനിറവുള്ളവർക്ക് ഹൃദയത്തിൽ ആനന്ദമുണ്ടായിരിക്കും. അടുത്തത് സമാധാനമുണ്ടായിരിക്കും. എപ്പോഴും അങ്ങ് വിഷമവും ഭയവും ഒക്കെയാണ്. അങ്ങൊരു സമാധാനമില്ലാത്ത അവസ്ഥ. സമാധാനമില്ലാത്ത അവസ്ഥ യുദ്ധമാണെന്നും യുദ്ധമില്ലെങ്കിൽ അങ്ങ് സമാധാനമാണെന്നും നമ്മൾ വിചാരിക്കേണ്ട. അത് ഹൃദയത്തിൻ്റെ ഒരു അവസ്ഥയാണ് സമാധാനമെന്ന് നമ്മൾ മനസ്സിലാക്കണം. അത് പരിശുദ്ധാത്മാവിൻ്റെ ഒരു ഫലമാണ്. ആ ഫലം നമുക്കുണ്ടാകും. നമ്മളും നല്ല ഫലം പുറപ്പെടുവിക്കുന്നവരാണെങ്കിൽ, ആത്മാവ് നിറഞ്ഞവരാണെങ്കിൽ. ക്ഷമയ്ക്കൊരു അതിരില്ലാതെ ക്ഷമിക്കണമെന്നാണ് കർത്താവ് പറഞ്ഞത്. അത് പരിശുദ്ധാത്മാവ് നിറഞ്ഞു നിൽക്കുന്നവർക്കുണ്ടാകും. ദയയുണ്ടാകും. മറ്റുള്ളവരോടുള്ള ദയ, നന്മ പ്രവർത്തികൾ ചെയ്യാനുള്ള പ്രത്യേക അനുഗ്രഹം. വിശ്വസ്തരായിരിക്കണം. ഏത് ജോലി ഏൽപ്പിച്ചാലും 100% വിശ്വസ്തയോടെ ചെയ്യണം. നമ്മളെ ചില ജോലികൾ ദൈവം ഏൽപ്പിച്ചതാണ്. നമ്മൾ ഓരോ അവസ്ഥയിലുള്ളവരായിരിക്കും. ഒരു സ്റ്റാറ്റസ്, ഗൃഹനാഥനായിരിക്കാം, സ്കൂൾ അധ്യാപകനായിരിക്കാം, ഡോക്ടറായിരിക്കാം, വൈദികനായിരിക്കാം, ശുശ്രൂഷകരായിരിക്കാം, ആത്മീയതലത്തിൽ സേവനം ചെയ്യുന്ന സിസ്റ്റേഴ്സായിരിക്കാം. ഏത് തലത്തിലാണെങ്കിലും എന്തായിരിക്കണമെന്ന് നമ്മൾ മനസ്സിലാക്കണം. വിശ്വസ്തരായിരിക്കണം. ഏൽപ്പിച്ച ജോലി 100% അല്ലെ 120% വിശ്വസ്തയോടുകൂടി ചെയ്യണം. കർത്താവ് ആ ഉപമ പറഞ്ഞെടുത്ത് നല്ലവനും വിശ്വസ്തനുമായ ഭൃത്യ എന്നാണ് അവരെ വിളിച്ചതെന്ന് ഓർക്കണം. നല്ലവനും വിശ്വസ്തനുമായ ഭൃത്യ. ആ വിളി നമ്മളും കേൾക്കണം. നമ്മുടെ എല്ലാ പ്രവൃത്തികളിലും വിശ്വസ്തതയുണ്ടായിരിക്കണം. അല്പം നമ്മുടെ പോക്കറ്റിൽ മാറ്റിവെക്കാമെന്നൊന്നും നമ്മൾ വിചാരിക്കരുത്. പൂർണ്ണ വിശ്വസ്തത ഉണ്ടായിരിക്കണം. അടുത്തൊരു ഫലം സൗമ്യതയാണ്. എത്രമാത്രം സൗമ്യനായിരിക്കണം. മോശയെക്കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. മോശയെ പോലെ സൗമ്യതയുള്ള ഒരു മനുഷ്യൻ ഈ ഭൂമുഖത്തെ ഉണ്ടായിരുന്നില്ല എന്നാണ് മോശയെക്കുറിച്ച് എഴുതിയിരിക്കുന്നത്. യേശു കർത്താവ് എല്ലാത്തിനും മാതൃക. അവൻ്റെ മനോഭാവം തന്നെ നമ്മളുണ്ടായിരിക്കണമെന്ന് യേശുവിനെക്കുറിച്ച് എഴുതുമ്പോൾ പൗലോസ് അപ്പോസ്തലൻ നമ്മളോട് പറഞ്ഞു തരുന്നുണ്ട്. മറ്റൊന്ന് ആത്മസംയമനം, ചില അടക്കമൊക്കെ. അത് പരിശുദ്ധാത്മാവ് തരുന്ന ഫലമാണ്. എല്ലാം ഇങ്ങനെ വേണമെന്നൊന്നും അങ്ങനെയൊന്നും ആഗ്രഹിക്കരുത്.
നമുക്ക് ആവശ്യമുള്ളത് എന്താണെന്ന് ദൈവത്തിന് അറിയാം. നാളത്തെക്കുറിച്ച് ഒന്നും നിങ്ങൾ വിഷമിക്കേണ്ട, ആകുലപ്പെടേണ്ട. ഭക്ഷണത്തെക്കുറിച്ചാണേലും വസ്ത്രത്തെക്കുറിച്ചാലും ഒന്നിനെക്കുറിച്ചും ആകുലരാകേണ്ട. എല്ലാം കർത്താവിനറിയാമല്ലോ നമുക്ക് ആവശ്യമുള്ളത് എന്തൊക്കെയാണെന്ന്. കൊച്ചു കുട്ടികൾ സ്കൂളിൽ പോകുമ്പോൾ, നേഴ്സറിയിലെ കുട്ടികളെന്ന് വിചാരിച്ചോളൂ, അവർക്ക് ആവശ്യമുള്ള ബുക്കുകൾ, ഭക്ഷണ സാധനങ്ങൾ, ഉടുപ്പുകളെല്ലാം എന്തൊക്കെയാണെന്ന് മാതാപിതാക്കന്മാർക്കറിയാം. അവരും കൊടുത്തോളൂ. ഈ കുഞ്ഞ് ഇതിനെക്കുറിച്ച് വിഷമിച്ചിട്ട് യാതൊരു കാര്യവുമില്ല, വിഷമിക്കാമെന്ന് മാത്രമേ ഉള്ളൂ. എല്ലാം മാതാപിതാക്കന്മാർ ചെയ്ത് തരും. നമ്മുടെ പിതാവ് കർത്താവായ യേശു ആണെന്ന് നമുക്ക് ഉറപ്പുണ്ടെങ്കിൽ നമ്മുടെ കാര്യങ്ങളെല്ലാം കർത്താവ് നമുക്ക് വേണ്ടി ചെയ്തു തരും. നാം അവൻ്റെ മോന്, ഞാൻ അവൻ്റെ പുത്രൻ, എൻ്റെ അപ്പൻ എനിക്ക് വേണ്ടതെല്ലാം ചെയ്തു തരും. ഉറച്ചങ്ങ് വിശ്വസിച്ചോണ്ടാൽ മതി. ഇവയ്ക്കെതിരായിട്ട് ഒരു നിയമവുമില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ഫലങ്ങളെക്കുറിച്ച്, ഈ ഫലങ്ങൾ ഉന്നതത്തിൽ നിന്ന് ഉളവാകുന്നു. നമ്മൾ ഉണ്ടാകുമല്ല, അത് ഓർക്കണം. ഇത് ഉന്നതത്തിൽ നിന്നുള്ള ചില ഫലങ്ങളാണ്. യാക്കോബ് അപ്പോസ്തലൻ 3:17 പറയുന്നു, ഉന്നതത്തിൽ നിന്നുള്ള ജ്ഞാനം ഒന്നാമത് ശുദ്ധവും, പിന്നെ സമാധാനപൂർണവും, വിനീതവും, വിധേയത്വമുള്ളതും, കാരുണ്യവും, സൽഫലങ്ങളും നിറഞ്ഞതുമാണ്. അത് അനിശ്ചിതമോ ആത്മാർത്ഥത ഇല്ലാത്തതോ അല്ല. ഈ ഫലങ്ങളെല്ലാം ഉന്നതത്തിൽ നിന്നാണ് നമുക്ക് ലഭിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. പിന്നെ നമ്മൾ ഈ ഫലങ്ങൾ പുറപ്പെടുവിക്കുന്ന ജീവവൃക്ഷത്തിൻ്റെ കാര്യം നമ്മളൊന്ന് സൂചിപ്പിച്ചു. അതിനെക്കുറിച്ചും ബൈബിൾ പറയുന്ന ചില കാര്യങ്ങൾ നമ്മൾ ഒന്ന് മനസ്സിലാക്കണം. സുഭാഷിതങ്ങൾ 3:9-10 വാക്യങ്ങളിൽ പറയുന്നു, കർത്താവിനെ നിൻ്റെ സമ്പത്ത് കൊണ്ടും നിൻ്റെ എല്ലാ ഉൽപ്പന്നങ്ങളുടെയും ആദ്യഫലങ്ങൾ കൊണ്ടും ബഹുമാനിക്കുക. അപ്പോൾ നിൻ്റെ ധാന്യപ്പുരകൾ സമൃദ്ധി കൊണ്ട് നിറയുകയും നിൻ്റെ ചക്കുകളിൽ വീഞ്ഞ് നിറഞ്ഞു കവിയുകയും ചെയ്യും. കർത്താവിനെ നമ്മൾ ബഹുമാനിക്കണം. നമുക്ക് കിട്ടുന്ന സമ്പത്ത് കൊണ്ട്, നമ്മുടെ ഉൽപ്പന്നങ്ങൾ കൊണ്ട്, ആദ്യ ഫലങ്ങൾ കൊണ്ട് കർത്താവിനെ നമ്മൾ ബഹുമാനിക്കണം. നമുക്കൊന്നും കുറഞ്ഞു പോകുന്നില്ല. നമ്മുടെ ധാന്യപ്പുരകൾ സമൃദ്ധി കൊണ്ട് നിറയും. കർത്താവിന് വേണ്ടിയിട്ട് അങ്ങ് വാങ്ങിക്കുമല്ല, നമ്മുടെ ബഹുമാനവും കൃതജ്ഞതയും കാണിക്കുവാനുള്ള സമയങ്ങളാണ്, അവസരങ്ങളാണ് ആദ്യ ഫലങ്ങൾ കൊണ്ട്, സമ്പത്ത് കൊണ്ട്, ഉൽപ്പന്നങ്ങൾ കൊണ്ട് കർത്താവിനെ ബഹുമാനിക്കുന്നത്. ധാന്യപ്പുരകൾ സമൃദ്ധി കൊണ്ട് നിറയും. നമ്മുടെ ചക്കുകളിൽ വീഞ്ഞ് നിറഞ്ഞ് കവിയുകയും ചെയ്യും. നിറഞ്ഞ് കവിയുന്ന അവസ്ഥ നമുക്ക് ലഭിക്കും. ആത്മീയ ഫലങ്ങൾ, മറ്റ് എല്ലാ അനുഗ്രഹങ്ങളും നമുക്ക് ലഭിക്കും. വെളിപാടിൻ്റെ 2:7 വാക്യം, ആത്മാവ് സഭകളോട് പറയുന്നത്, അരുളി ചെയ്യുന്നത്, ചെവിയുള്ളവൻ കേൾക്കട്ടെ. വിജയം വരിക്കുന്നവന് ദൈവത്തിൻ്റെ പർദീസായിലുള്ള ജീവവൃക്ഷത്തിൽ നിന്ന് ഞാൻ ഭക്ഷിക്കാൻ കൊടുക്കും. വിജയം വരിക്കണമല്ലോ. വിജയം വരിക്കുമെന്ന് നമുക്ക് മനസ്സിലൊരു ഉറപ്പുണ്ട്. എങ്കിൽ നമുക്ക് അവിടെ ദൈവത്തിൻ്റെ പർദീസായിൽ നമ്മൾ അങ്ങനെയാണെങ്കിൽ ചെല്ലും. അങ്ങനെയാണെങ്കിൽ നമുക്ക് അവിടെ ഭക്ഷിക്കാൻ കിട്ടുന്നത് ജീവവൃക്ഷത്തിൽ നിന്നുള്ള പഴമാണ്. ആദത്തിനോ ഹവ്വായ്ക്കും ജീവവൃക്ഷത്തിൻ്റെ ഫലം അവർക്ക് കിട്ടാൻ ഇടയായില്ല. നന്മതിന്മകളെക്കുറിച്ചുള്ള അറിവിൻ്റെ വൃക്ഷത്തിൻ്റെ പഴം തിന്നപ്പോഴാണ് അവർ തെറ്റ് ചെയ്തിരിക്കുന്നത്. ജീവവൃക്ഷത്തിൻ്റെ ഫലം തൊടാതിരിക്കാനാണ് അവരവിടെ ഒന്ന് മാറ്റിവെച്ച് കെരൂബുകളെ അവിടെ കാവലേർപ്പെടുത്തിയിരിക്കുന്നത്. നമുക്ക് പക്ഷേ ആ ഫലം കിട്ടും. ജീവവൃക്ഷത്തിന്മേൽ നിന്നുള്ള പഴം നമ്മൾ ഭക്ഷിക്കും. അത് നമുക്ക് ലഭിക്കും. അതൊക്കെ പ്രതീക്ഷിച്ചുകൊണ്ടങ്ങ് ചെല്ലാം. വെളിപാട് 22:2-3 വാക്യങ്ങൾ പറയുന്നു, നഗരവീതിയുടെ മധ്യത്തിൽ നദിയുടെ ഇരുഭാഗങ്ങളിലായി 12 തരം ഫലങ്ങൾ കായ്ക്കുന്ന ജീവൻ്റെ വൃക്ഷം നിൽക്കുന്നു. അത് മാസം തോറും ഫലം തരുന്നു. ആ വൃക്ഷത്തിൻ്റെ ഇലകൾ ജനതകളുടെ രോഗശാന്തിക്ക് വേണ്ടിയുള്ളതാണ്. ഇനിമേൽ ശപിക്കപ്പെട്ടതായി ഒന്നും ഉണ്ടായിരിക്കുകയില്ല. ദൈവത്തിൻ്റെയും കുഞ്ഞാടിൻ്റെയും സിംഹാസനം അതിലുണ്ടായിരിക്കും. അവിടുത്തെ ദാസർ അവിടുത്തെ ആരാധിക്കും.
ജീവവൃക്ഷം അത് എല്ലാ മാസവും ഫലം തന്നുകൊണ്ടിരിക്കുക. അതിൻ്റെ ഇലകളെക്കുറിച്ച് നമ്മൾ നേരത്തെ ചിന്തിച്ചു, രോഗശാന്തിക്കുള്ളതാണ്. ശപിക്കപ്പെട്ടതായിട്ട് ഇനി ഒന്നും ഉണ്ടായിരിക്കത്തില്ല. കർത്താവ് അന്ന് ശപിച്ചല്ലോ ഭൂമിയെ. അതിൻ്റെ വേറൊരു വശമായിപ്പം നമ്മൾ കാണുന്നത്, ഇനിയും ശപിക്കപ്പെട്ടതായിട്ട് ഒന്നും ഉണ്ടായിരിക്കേ ഇല്ല. ദൈവത്തിൻ്റെയും കുഞ്ഞാടിൻ്റെയും സിംഹാസനം അതിലുണ്ടായിരിക്കും. അവിടുത്തെ ദാസർ അവിടുത്തെ ആരാധിക്കും. ആരാധിക്കപ്പെടേണ്ടവൻ ഒരുവൻ, അവനെ മാത്രമേ ആരാധിക്കാവൂ എന്ന് എടുത്തു പറയുന്നു. കാരണം മാലാഖമാരെയും മറ്റാൾക്കാരെയും ഒക്കെയും ആരാധനാപാത്രങ്ങളായി കരുതുന്ന ചിലരുണ്ട്. അത് ഓർത്തിരിക്കണം, ദൈവത്തെ മാത്രമേ ആരാധിക്കാവൂ. കർത്താവിൻ്റെ കൽപ്പനയിൽ അത് പറഞ്ഞിട്ടുണ്ട്. നമ്മളെ സംബന്ധിച്ച് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം, നാം പ്രകാശം നൽകണം. നമ്മൾ നൽകണം. അതെങ്ങനെയാണ്? ആത്മീയമായ പ്രബോധനം നൽകുക എന്ന് പറയുന്നതും ഈ പ്രകാശം നൽകുന്നതിൽ ഉൾപ്പെടുന്നതാണ്. സങ്കീർത്തനം 18:28 ഇങ്ങനെ നമ്മൾ വായിക്കുന്നു: അങ്ങ് എൻ്റെ ദീപം കൊളുത്തുന്നു, എൻ്റെ ദൈവമായ കർത്താവ് എൻ്റെ അന്ധകാരം അകറ്റുന്നു. സങ്കീർത്തനം 119:130 വാക്യം: അങ്ങയുടെ വചനങ്ങളുടെ ചുരുള അഴിയുമ്പോൾ പ്രകാശം പരക്കുന്നു, എളിയവർക്ക് അത് അറിവ് പകരുന്നു. വചനങ്ങളുടെ ചുരുള അഴിയുമ്പോഴാണ് പ്രകാശം ഉണ്ടാകുന്നത്. അപ്പോൾ അറിവ് കിട്ടും. ആർക്ക്? എളിയവർക്ക് അറിവ് ലഭിക്കുന്നു. ഇത് നമ്മൾ പ്രത്യേകം ഓർത്തോണം. ദൈവം നമുക്ക് തരുന്ന അറിവ്, ജ്ഞാനം എല്ലാവർക്കും കൊടുക്കാൻ കർത്താവ് തയ്യാറാണ്. ആരിലോട്ടാണിത് പകരുന്നതെന്ന് എടുത്ത് നമ്മൾ ചിന്തിക്കണം. എളിയവർക്ക് അത് അറിവ് പകരുന്നു. കർത്താവ് വിളിച്ചതും എളിയവരെയല്ലേ, വലിയ സമ്പന്നരോ ജ്ഞാനികളെ ഒന്നുമല്ല കർത്താവ് വിളിച്ച് ചേർത്തത്. എളിയവർക്ക് അത് അറിവ് പകരുന്നു. യേശയ്യ 60:19 ഇങ്ങനെ എഴുതിയിരിക്കുന്നു: പകൽ സൂര്യനായിരിക്കുകയില്ല ഇനി നിനക്ക് പ്രകാശം തരുന്നത്, നിനക്ക് പ്രകാശം നൽകാൻ രാത്രി ചന്ദ്രനായിരിക്കുകയുമില്ല നിനക്ക് പ്രകാശം തരുന്നത്. കർത്താവായിരിക്കും നിൻ്റെ നിത്യമായ പ്രകാശം, നിൻ്റെ ദൈവമായിരിക്കും നിൻ്റെ മഹത്വം. ഇനി സൂര്യൻ്റെയും ചന്ദ്രൻ്റെയും ആവശ്യമില്ലാത്തൊരു കാലഘട്ടത്തിലേക്ക് നമ്മൾ പ്രവേശിച്ചിരിക്കുകയാണ്. അവിടെ പ്രകാശമെന്ന് പറയുന്നത് നമ്മുടെ കർത്താവാണ്. അവൻ്റെ മഹത്വമാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. പൗലോസിനെ കർത്താവ് പ്രത്യേകമായിട്ട് തിരഞ്ഞെടുത്ത് നിയമിച്ചിരിക്കുകയാണ്. കർത്താവിൻ്റെ സാക്ഷിയായിട്ടും കർത്താവിൻ്റെ ശുശ്രൂഷകനായിട്ടും കർത്താവ് പ്രത്യേകം നിയമിച്ച ഒരാളാണ് പൗലോസ് അപ്പോസ്തലൻ. അപ്പോൾ യേശു കർത്താവ് ഇങ്ങനെ പറഞ്ഞാണ് അയച്ചിരിക്കുന്നത്. എന്താണ് പറഞ്ഞതെന്ന് നമുക്ക് ശ്രദ്ധിക്കാം. അപ്പോസ്തല പ്രവൃത്തികൾ 26-ാം അധ്യായം 17-18 വാക്യങ്ങളിൽ യേശു കർത്താവ് പൗലോസിനോട് തിരഞ്ഞെടുത്ത് നിയോഗിച്ചപ്പോൾ പറയുന്ന വാക്യമാണ്: നിന്നെ ഞാൻ നിന്റെ ജനത്തിൽ നിന്നും വിജാതിയരിൽ നിന്നും രക്ഷിച്ച്. അപ്പം രക്ഷ പൗലോസിന് ലഭിച്ചു. രക്ഷിച്ച് അവരുടെ അടുത്തേക്ക് അയക്കുന്നു. അങ്ങോട്ട് ഞാൻ അയക്കുക നിന്നെ. എന്തിനാണ്? അത് അവരുടെ കണ്ണുകൾ തുറപ്പിക്കാനും അതുവഴി അവർ അന്ധകാരത്തിൽ നിന്ന് പ്രകാശത്തിലേക്കും സാത്താൻ്റെ ശക്തിയിൽ നിന്ന് ദൈവത്തിങ്കിലേക്ക് തിരിയാനും പാപമോചനം സ്വീകരിക്കാനും എന്നിലുള്ള വിശ്വാസം വഴി വിശുദ്ധീകരിക്കപ്പെട്ടവരുടെ ഇടയിൽ അവർക്ക് സ്ഥാനം ലഭിക്കാനും വേണ്ടിയാണ്. അങ്ങോട്ട് തന്നെ ഞാൻ അയക്കുന്നത്. അവരുടെ കണ്ണുകൾ തുറപ്പിക്കണം. അന്ധകാരത്തിൽ നിന്ന് അവർ ദൈവത്തിങ്കിലേക്ക് തിരിയണം. കണ്ണ് തുറപ്പിക്കുന്നത് എങ്ങനെയായിരിക്കും? പൗലോസ് അത് പ്രസംഗിച്ച് കാണും. ആ പ്രസംഗം അത് വചനം അയച്ചപ്പോൾ അതവർ കേട്ട് കാണും. അങ്ങനെയാണ് ഈ അന്ധകാരത്തിൽ നിന്ന് അവരെ മാറ്റുന്നത്. ദൈവത്തിൻ്റെ വചനം അവരോട് പറഞ്ഞപ്പോഴാണ്. അപ്പോൾ അവർ പ്രകാശത്തിലേക്ക് തിരിയുന്നു. സാത്താൻ്റെ ശക്തിയിൽ നിന്ന് അവർ ദൈവത്തിങ്കിലേക്ക് തിരിയുന്നു. ഇത്രയും നാളെ സാത്താൻ്റെ ശക്തിക്ക് അടിമകളായിരുന്നു. അവരെ വീണ്ടെടുക്കുകയാണല്ലോ കർത്താവ് വന്നത്. അപ്പോൾ അതിൽ നിന്ന്, സാത്താൻ്റെ ശക്തിയിൽ നിന്ന് അവർ ദൈവത്തിങ്കിലേക്ക് തിരിയുന്നു.
പാപമോചനം സ്വീകരിക്കുന്നു. കർത്താവായ യേശുവിനെ രക്ഷകനായി വിശ്വസിക്കുന്നവർക്കാണല്ലോ പാപമോചനം ലഭിക്കുന്നത്. അപ്പോൾ ഇവർ പാപമോചനം സ്വീകരിക്കണം. അവർക്ക് ലഭിക്കും. അവർ തിരിയുമ്പോൾ അവർക്ക് ലഭിക്കും. എന്നിലുള്ള വിശ്വാസം വഴി വിശുദ്ധീകരിക്കപ്പെട്ടവരുടെ ഇടയിൽ അവർക്ക് സ്ഥാനം ലഭിക്കും. വിശുദ്ധീകരിക്കപ്പെട്ടവരുടെ ഇടയിൽ അവർക്ക് സ്ഥാനം ലഭിക്കും. ഏത് കണ്ടീഷൻ? എന്നിലുള്ള വിശ്വാസം വഴി യേശുക്രിസ്തുവിൽ വിശ്വസിക്കുമ്പോൾ അവർക്ക് വിശുദ്ധീകരിക്കപ്പെട്ടവരുടെ ഇടയിൽ സ്ഥാനം ലഭിക്കുന്നു. വിശുദ്ധീകരിക്കപ്പെടുന്നത് കർത്താവ് ചെയ്യുന്നൊരു വേലയാണ്. പാപികളായ നമ്മൾ യേശു കർത്താവിൻ്റെ രക്തത്താൽ കഴുകി ശുദ്ധീകരിക്കുന്നു. അപ്പോൾ ആ ശുദ്ധീകരിക്കപ്പെട്ടവരെ അവിടെ നിർത്തുകയാണെങ്കിൽ അവരുടെ കൂടെ സ്ഥാനം നമുക്ക് ലഭിക്കാൻ പോവുകയാണ്. പാപികളായ ഇവർ കർത്താവിനാൽ വിശുദ്ധീകരിക്കപ്പെട്ട് അവിടെ നിർത്തുന്നു. അവരുടെ കൂടെ നമുക്ക് സ്ഥാനം. എന്തൊരു ഭാഗ്യമാണ്! നമ്മളെ ശുദ്ധീകരിക്കുകയാണ്, വിശുദ്ധീകരിക്കുകയാണ്. വിശുദ്ധീകരിക്കുന്ന ജോലി കർത്താവ് തന്നെ ചെയ്യുന്നു എന്നുള്ളത് നമ്മൾ അറിയണം. അപ്പോസ്തലന്മാരെ അന്ത്യത്താഴ ദിനത്തിൽ രാത്രിയിൽ കർത്താവ് അവിടെ ഇരുത്തി കഴിഞ്ഞിട്ട് യേശു പുറങ്കുപ്പായി മാറ്റിവെച്ച് ഒരു തോർത്തെടുത്ത് ഇങ്ങനെ ചുറ്റിട്ട് അവരുടെ കാലുകൾ കഴുകുക. പത്രോസ് പറഞ്ഞു, നീ എൻ്റെ കാല് കഴുകല്ലേ? അല്ല, ഞാൻ കഴുകുന്നില്ലെങ്കിൽ നിനക്ക് എന്നോടുകൂടി പങ്കില്ല. ആ ശുദ്ധീകരിക്കുന്ന ജോലി കർത്താവ് തന്നെയാണ് ചെയ്യുന്നത്. അല്ല, നമുക്ക് നമ്മളെ തന്നെ ശുദ്ധീകരിക്കാനും നോക്കുന്നില്ല. പാപികളായിട്ട് അങ്ങോട്ട് ചെല്ലുക. കർത്താവ് നമ്മളെ ശുദ്ധീകരിക്കുന്നു. ശുദ്ധീകരിച്ച് വിശുദ്ധരുടെ ഗണത്തിലേക്ക് നമ്മളെ ആക്കുന്നു. എന്തൊരു സ്ഥാനമാണ് നമുക്ക് ലഭിക്കുന്നത്! അതിനുവേണ്ടിയാണ് പൗലോസിനെ തിരഞ്ഞെടുത്തതെന്ന് പറഞ്ഞിരുന്നത്. ഇനി ക്രിസ്തുവിൻ്റെ മുഖത്ത് ദൈവ തേജസ് കണ്ടവനാണ് പൗലോസ്. അതിനെക്കുറിച്ച് പൗലോസ് ഇങ്ങനെ എഴുതിയിട്ടുണ്ട്. 2 കൊരിന്ത്യർ 4-ാം അധ്യായം 6-ാം വാക്യം. അന്ധകാരത്തിൽ നിന്ന് പ്രകാശം ഉദിക്കട്ടെ എന്ന് അരുളി ചെയ്ത ദൈവം. അന്ധകാരത്തിൽ നിന്ന് പ്രകാശം ഉദിക്കട്ടെ എന്ന് ആരരുളി ചെയ്തത്? ദൈവമാണ്. ഉൽപ്പത്തിയിൽ എഴുതിയിട്ടുണ്ട്, പ്രകാശം ഉണ്ടാകട്ടെ. അരുളി ചെയ്താൽ മതി, അപ്പോൾ പ്രകാശം ഉണ്ടായി. അതിനു മുമ്പ് എല്ലാം അന്ധകാരമായിരുന്നു. പ്രകാശമില്ലെങ്കിൽ പിന്നെ അന്ധകാരം. അന്ധകാരത്തിൽ നിന്ന് പ്രകാശം ഉണ്ടാകട്ടെ എന്ന് കർത്താവ് അരുളി ചെയ്തു. ആ ദൈവം അരുളി ചെയ്തപ്പോൾ ആ ദൈവം തന്നെയാണ് ക്രിസ്തുവിൻ്റെ മുഖത്ത് വെളിവാക്കപ്പെട്ട ദൈവ തേജസ്സിനെ പറ്റിയുള്ള. അപ്പോൾ പൗലോസ് ഇങ്ങനെ ദമാസ്കസിലേക്ക് പോയ വഴിക്ക് വീണ് കിടന്നല്ലോ. അപ്പോൾ ഒരു പ്രകാശമാണ് യേശുക്രിസ്തുവിൻ്റെ മുഖത്ത് കണ്ടത്. പൗലോസ് പറയുന്നത് ദൈവ തേജസ്സാണ്. യേശുക്രിസ്തുവിൻ്റെ മുഖത്ത് കണ്ടത് ദൈവ തേജസ്സാണ്. അതുകൊണ്ടാണ് പൗലോസ് പറയുന്നത് ഇവൻ ദൈവപുത്രൻ തന്നെ. പഴയതെല്ലാം മാറ്റി ഇനി ഞാൻ ഇങ്ങനെയാണ് പറയുന്നത്, ഇവൻ ദൈവപുത്രൻ തന്നെ. ആ ദൈവ തേജസ്സിനെ പറ്റി ക്രിസ്തുവിൻ്റെ മുഖത്ത് പൗലോസിനെ വെളിപ്പെട്ടു. ആ അറിവിൻ്റെ പ്രകാശം ഞങ്ങൾക്ക് കിട്ടണം. ഇങ്ങനെ കണ്ടാലും അത് ഹൃദയത്തിൽ, അത് വിശ്വാസത്തിലേക്ക് വരണമെങ്കിൽ ആ പ്രകാശം ഞങ്ങളുടെ ഹൃദയത്തിലേക്ക് വന്ന് നമ്മളെ വിശ്വാസത്തിലേക്ക് എടുക്കണം. ക്രിസ്തുവിൻ്റെ മുഖത്ത് വെളിവാക്കപ്പെട്ട ദൈവ തേജസ്സിനെ പറ്റിയുള്ള അറിവിൻ്റെ പ്രകാശം ഞങ്ങൾക്ക് തരേണ്ടതിന് ഞങ്ങളുടെ ഹൃദയങ്ങളെ പ്രകാശിപ്പിച്ചിരിക്കുന്നത് ആരാണ്? അന്ധകാരത്തിൽ നിന്ന് പ്രകാശം ഉദിക്കട്ടെ എന്ന് അരുളി ചെയ്ത ആ ദൈവം തന്നെയാണ് ക്രിസ്തുവിൻ്റെ മുഖത്ത് കണ്ട ആ ദൈവ തേജസ്സിനെക്കുറിച്ചുള്ള അറിവിൻ്റെ പ്രകാശം ഞങ്ങളുടെ ഹൃദയത്തിലും പ്രകാശിപ്പിച്ചിരിക്കുന്നത്. ദൈവത്തിൻ്റെ വലിയ ഒരു വേലയാണ് അത് എന്ന് അർത്ഥം. അത് നമുക്ക് ലഭിക്കും. ക്രിസ്തുവിനെക്കുറിച്ചുള്ള പ്രകാശം നമുക്ക് മനസ്സിലാകണമെങ്കിൽ കർത്താവ് നമ്മളിൽ അത് പ്രകാശിപ്പിക്കണം. പൗലോസ് നമ്മളെക്കുറിച്ച് ഒരു വിചാരമുണ്ട്. നമ്മളെക്കുറിച്ച് പൗലോസ് പ്രാർത്ഥിക്കുന്നുണ്ട്. നമ്മുടെ ആന്തരിക നേത്രങ്ങളെ പ്രകാശിപ്പിക്കണമേ എന്ന് പൗലോസ് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. എഫേസ്യർ 1:18 ഏത് തരത്തിലുള്ള പ്രത്യാശയിലേക്കാണ് നിങ്ങളെ വിളിച്ചിരിക്കുന്നത് എന്ന് അറിയാനും വിശുദ്ധർക്ക് അവകാശമായി അവിടുന്ന് വാഗ്ദാനം ചെയ്തിരിക്കുന്ന മഹത്വത്തിൻ്റെ സമൃദ്ധി മനസ്സിലാക്കാനും നിങ്ങളുടെ ആന്തരിക നേത്രങ്ങളെ അവിടുന്ന് പ്രകാശിപ്പിക്കട്ടെ. എഫേസ്യർ 1:18 അത് നമുക്കിങ്ങനെ വിഭജിച്ച് നമുക്ക് ചിന്തിക്കാം. 2 കാര്യങ്ങൾക്ക് വേണ്ടിയാണ് നമ്മുടെ ആന്തരിക നേത്രങ്ങൾ തുറക്കപ്പെടണമെന്ന് പൗലോസ് പ്രാർത്ഥിക്കുന്നു. ഒന്ന്,
നമ്മെ വിളിച്ചിരിക്കുന്ന പ്രത്യാശ ഏത് തരത്തിലുള്ളതാണെന്ന് നമ്മൾ അറിയണം. ഒന്ന്, നമ്മളെ അങ്ങോട്ട് വിളിച്ച് നമുക്കൊരു പ്രത്യാശയുണ്ട്. ആ പ്രത്യാശ ഏത് തരത്തിലുള്ളതാണെന്ന് നമുക്കറിയണം. 2, നമുക്ക് വാഗ്ദാനം ചെയ്യപ്പെട്ടിരിക്കുന്ന മഹത്വത്തിൻ്റെ സമൃദ്ധി നാം ഒന്ന് അറിയണം. നമുക്ക് ചില കാര്യങ്ങൾ തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്, മഹത്വം. അതിൻ്റെ സമൃദ്ധി എത്രമാത്രമാണ് നമ്മൾ അറിയണം. അതിന് നമ്മുടെ ആന്തരിക നേത്രങ്ങൾ തുറക്കപ്പെടണമേ എന്ന് നമുക്ക് വേണ്ടി പൗലോസ് പ്രാർത്ഥിക്കുകയാണ്. നമ്മൾ ചെയ്യേണ്ട ചില കാര്യങ്ങൾ, നമ്മെ വിളിച്ചവൻ്റെ നന്മകൾ നമ്മൾ പ്രകീർത്തിക്കണം. 1 പത്രോസ് 2:9 പത്രോസ് പറയുകയാണ്, നിങ്ങൾ തിരഞ്ഞെടുക്കപ്പെട്ട വംശവും രാജകീയ പുരോഹിത ഗണവും വിശുദ്ധ ജനതയും ദൈവത്തിൻ്റെ സ്വന്തം ജനവുമാണ്. അതിനാൽ അന്ധകാരത്തിൽ നിന്ന് തൻ്റെ അത്ഭുതകരമായ പ്രകാശത്തിലേക്ക് നിങ്ങളെ വിളിച്ചവൻ്റെ നന്മകൾ പ്രകീർത്തിക്കണം. നമ്മളെ വിളിച്ചവൻ, അവൻ്റെ നന്മ നമ്മൾ മറ്റുള്ളവരോട് പ്രകീർത്തിക്കണം. ഇത് നമ്മുടെ കടമയാണ്. ഇനി പ്രകാശത്തിൻ്റെ ഈ ഫലങ്ങൾ പ്രത്യക്ഷപ്പെടുന്നത് ഈ വാചകത്തിൽ പറഞ്ഞിട്ടുണ്ട്, നന്മയിലും നീതിയിലും സത്യത്തിലുമാണ്. നന്മയിൽ, നീതിയിൽ, സത്യത്തിൽ. കർത്താവ് നല്ലവനാണ്. സങ്കീർത്തനം 100:5 പറയുന്നു, കർത്താവ് നല്ലവനാണ്, അവിടുത്തെ കാരുണ്യം ശാശ്വതമാണ്, അവിടുത്തെ വിശ്വസ്തത തലമുറകളോളം നിലനിൽക്കും. സങ്കീർത്തനം 145:9 പറയുന്നു, കർത്താവ് എല്ലാവർക്കും നല്ലവനാണ്, തൻ്റെ സർവ്വ സൃഷ്ടിയുടെയും മേൽ അവിടുന്ന് കരുണ ചൊരിയുന്നു. സങ്കീർത്തനം 145:16 പറയുന്നു, അവിടുന്ന് കൈ തുറന്നു കൊടുക്കുന്നു, എല്ലാവരും തൃപ്തി അടയുന്നു. കർത്താവ് തരുമ്പോൾ കൈ തുറന്നും കൊടുക്കുകയാണ്, എല്ലാവരും തൃപ്തി അടയുന്നു. കർത്താവിൻ്റെ വഴി നീതിനിഷ്ഠമാണ്. സങ്കീർത്തനം 145:17 പറയുകയാണ്, കർത്താവിൻ്റെ വഴി നീതിനിഷ്ഠവും അവിടുത്തെ പ്രവൃത്തികൾ കൃപാപൂർണവുമാണ്. ജെറമിയ പറഞ്ഞിരിക്കുന്നു 23:5, ഇതാ ഞാൻ ദാവീദിൻ്റെ വംശത്തിൽ നീതിയുടെ ശാഖമുളപ്പിക്കുന്ന ദിവസം വരുന്നു, കർത്താവ് അരുളി ചെയ്യുന്നു, അവൻ രാജാവായി വാഴുകയും ബുദ്ധിപൂർവ്വം ഭരിക്കുകയും ചെയ്യും. നമ്മുടെ കർത്താവ് നീതിയുടെ ശാഖയാണ്. 1 യോഹന്നാൻ 2:29 പറയുന്നു, അവൻ നീതിമാനാണെന്ന് നിങ്ങൾക്കറിയാമെങ്കിൽ നീതി പ്രവർത്തിക്കുന്ന ഏവനും അവനിൽ നിന്ന് ജനിച്ചവനാണെന്ന് നിങ്ങൾക്ക് തീർച്ചയാക്കാം. വെളിപാട് 19:11 പറയുന്നു, സ്വർഗം തുറക്കപ്പെട്ടതായി ഞാൻ കണ്ടു, ഇതാ ഒരു വെള്ളക്കുതിര, അതിൻ്റെ പുറത്തിരിക്കുന്നവൻ വിശ്വസ്തനെന്നും സത്യവാനെന്നും വിളിക്കപ്പെടുന്നു, അവൻ നീതിയോടെ വിധിക്കുകയും പടപൊരുതുകയും ചെയ്യുന്നു. നീതിമാന്മാരായിരിക്കണമല്ലോ നമ്മൾ. ഇനി നീതിമാന്മാരായിരിക്കുന്നതുകൊണ്ട് നമുക്ക് വല്ല ഗുണങ്ങളുണ്ടോ? കർത്താവ് ചില വാഗ്ദാനങ്ങൾ നൽകിയിട്ടുണ്ട്, ഏതാണെന്നൊക്കെ നമുക്ക് നോക്കാം. ജോബ് 36:7 പറയുന്നു, അവിടുന്ന നീതിമാന്മാരിൽ നിന്ന് തൻ്റെ കടാക്ഷം പിൻവലിക്കുകയില്ല, അവരെ രാജാക്കന്മാരോടുകൂടി എന്നേക്കും സിംഹാസനത്തിൽ ഇരുത്തും, അവർക്ക് മഹത്വം നൽകുന്നു. സങ്കീർത്തനം 34:15 പറയുന്നു, കർത്താവ് നീതിമാന്മാരെ കടാക്ഷിക്കുന്നു, അവിടുന്ന് അവരുടെ വിലാപം ശ്രവിക്കുന്നു. സങ്കീർത്തനം 37:25 പറയുന്നു, ഞാൻ ചെറുപ്പമായിരുന്നു, ഇപ്പോൾ വൃദ്ധനായി, നീതിമാൻ പരിത്യജിക്കപ്പെടുന്നതോ അവൻ്റെ മക്കൾ ഭിക്ഷ യാചിക്കുന്നതോ ഞാൻ ഇന്നോളം കണ്ടിട്ടില്ല. സങ്കീർത്തനം 92:12 പറയുന്നു, നീതിമാന്മാർ പന പോലെ തഴയ്ക്കും, ലെബനോനിലെ ദേവദാരു പോലെ വളരും. സുഭാഷിതങ്ങൾ 4:18 പറയുന്നു, നീതിമാന്മാരുടെ പാത പൂർവാന്നത്തിലെ വെയിൽ പോലെ പ്രകാശം വർദ്ധിപ്പിച്ചുകൊണ്ടേയിരിക്കും. സുഭാഷിതങ്ങൾ 12:13 പറയുന്നു, ദുഷ്ടൻ തൻ്റെ ദുഷിച്ച വാക്കുകളിൽ തന്നെ കുടുങ്ങിപ്പോകുന്നു, നീതിമാൻ കുഴപ്പത്തിൽ നിന്ന് രക്ഷപ്പെടുന്നു. സുഭാഷിതങ്ങൾ 20:7 പറയുന്നു, സത്യസന്ധതയിൽ ചരിക്കുന്ന നീതിമാൻ്റെ പിൻതലമുറകൾ അനുഗ്രഹിക്കപ്പെട്ടതാണ്. യേശയ്യാ 3:10 പറയുന്നു, നീതിമാന്മാരോട് പറയുക, നിങ്ങൾക്ക് നന്മ വരും, നിങ്ങളുടെ പ്രവൃത്തിയുടെ ഫലം നിങ്ങൾ അനുഭവിക്കും. മത്തായി 13:43 അപ്പോൾ നീതിമാന്മാർ തങ്ങളുടെ പിതാവിൻ്റെ രാജ്യത്തിൽ സൂര്യനെ പോലെ പ്രശോഭിക്കും. ചെവിയുള്ളവൻ കേൾക്കട്ടെ. വീണ്ടും നമ്മളോട് പറയുന്നത് നമ്മൾ സത്യസന്ധതയുള്ളവരായിരിക്കണം. സുഭാഷിതങ്ങൾ 12:19
സത്യസന്ധമായ വാക്ക് എന്നേക്കും നിലനിൽക്കുന്നു, വ്യാജമായ വാക്ക് ക്ഷണികമാണ്. സക്കറിയ 8:16 പറയുന്നു, ഇതാണ് നിങ്ങൾ ചെയ്യേണ്ടത്, പരസ്പരം സത്യം പറയുക, നഗര കവാടങ്ങളിൽ സത്യസന്ധമായി ന്യായം വിധിക്കുക, അങ്ങനെ സമാധാനം പാലിക്കുക. ലേവിയുമായുള്ള ഉടമ്പടി നിലനിൽക്കേണ്ടതിന് കർത്താവിൻ്റെ ഒരു കൽപ്പനയുണ്ട്. മലാക്കി 2:6 പറയുന്നു, അവൻ്റെ നാവിൽ യഥാർത്ഥ പ്രബോധനം ഉണ്ടായിരുന്നു, അവൻ്റെ അധരത്തിൽ ഒരു തെറ്റും കണ്ടില്ല, സമാധാനത്തിലും സത്യസന്ധതയിലും അവൻ എന്നോടുകൂടെ വ്യാപരിച്ചു, അനേകരെ അകൃത്യങ്ങളിൽ നിന്ന് പിന്തിരിപ്പിച്ചു. കർത്താവിനെ നമ്മൾ ആത്മാർത്ഥതയോടെ വേണം സേവിക്കുവാൻ. ജോഷു അങ്ങനെ നമ്മളോട് ആഹ്വാനം ചെയ്തിട്ടുണ്ട്. ജോഷു 24:14, ആകയാൽ കർത്താവിനെ ഭയപ്പെടുകയും ആത്മാർത്ഥതയോടും വിശ്വസ്തയോടും കൂടെ അവിടുത്തെ സേവിക്കുകയും ചെയ്യുവീൻ. ഈജിപ്തിലും നദിക്കക്കരെയും നിങ്ങളുടെ പിതാക്കന്മാർ സേവിച്ചിരുന്ന ദേവന്മാരെ ഉപേക്ഷിച്ച് കർത്താവിനെ സേവിക്കുവീൻ. നമ്മളെല്ലാവരും ഇപ്പോഴും അറിയേണ്ട കാര്യമാണ്. മറ്റ് ദേവന്മാരെയൊക്കെ സേവിക്കുന്നതൊക്കെ മാറ്റിവെച്ചേച്ച് കർത്താവിനെ സേവിക്കുവീൻ. ദൈവസന്നിധിയിൽ വിശ്വസ്തയോടെ നമ്മൾ സംസാരിക്കണം. 2 കൊരിന്ത്യർ 2:17 പൗലോസ് പറയുന്നു, ദൈവവചനത്തിൽ മായം ചേർത്ത് കച്ചവടം ചെയ്യുന്ന അനേകരുണ്ട്, അവരെ പോലെയല്ല ഞങ്ങൾ, മറിച്ച് ദൈവസന്നിധിയിൽ വിശ്വസ്തരും ദൈവത്താൽ നിയോഗിക്കപ്പെട്ടവരുമെന്ന നിലയിൽ ക്രിസ്തുവിൽ ഞങ്ങൾ സംസാരിക്കുന്നു. വ്യാജം ചേർത്ത് ഒത്തിരി പേര് പറയുന്നു, അതൊന്നും നമ്മൾ സ്വീകരിക്കേണ്ട, വചനത്തിൻ്റെ അനുസരിച്ച് നോക്കിയാൽ മതി. പൗലോസ് പറഞ്ഞു, ഞങ്ങൾ വിശ്വസ്തയോടെയാണ് പറയുന്നത്. തീത്തോസ് 2:7, ആരും കുറ്റം പറയാത്ത വിധം നിർദോഷമായ സംസാര രീതിയും പ്രകടമാക്കുക. തീത്തോസിനോട് പറയുന്ന ഒരു ഉപദേശമാണ്, എല്ലാവരും അനുസരിക്കേണ്ടതാണ്. നമ്മളെല്ലാവരും അങ്ങനെ വിശ്വസ്തയോടെ നിർദോഷമായിട്ട് സംസാരിക്കണം. നഥാനിയേലിനെ കുറിച്ച് പുതിയ നിയമത്തിൽ യേശു കർത്താവ് ഒരു കാര്യം പറഞ്ഞിരിക്കുന്നു നഥാലിനെ കുറിച്ച്. അത് നമ്മളൊന്ന് അറിയണം. കർത്താവിൻ്റെ സാക്ഷ്യം എന്താണെന്ന്. പീലിപ്പോസ് ആണ് നഥാലിനെ യേശുവിൻ്റെ അടുത്തേക്ക് കൂട്ടിക്കൊണ്ടുവന്നത്. മോശയുടെ നിയമത്തിലും പ്രവാചക ഗ്രന്ഥങ്ങളിലും എഴുതപ്പെട്ടിരിക്കുന്ന ക്രിസ്തുവാണ് യേശു എന്ന് പീലിപ്പോസിനെ മനസ്സിലായി കഴിഞ്ഞിരുന്നു. യേശു നസറത്തിൽ നിന്നുള്ളവനാണെന്നും പീലിപ്പോസിന് അറിയാമായിരുന്നു. യേശുവിനെ കാണുവാൻ സാധിച്ചതിൽ പീലിപ്പോസിന് വലിയ സന്തോഷമാണ് ഉണ്ടായിരുന്നത്. യേശുവിനെക്കുറിച്ച് പീലിപ്പോസ് നഥാനിയേലിനോട് പറഞ്ഞു, യേശുവിനെ കണ്ടു കഴിഞ്ഞവർ അവനെ സാക്ഷ്യപ്പെടുത്തേണ്ടതാണ്. പീലിപ്പോസ് അതാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നഥാനിയേലിനൊരു സംശയം, അല്ല, നസറത്തിൽ നിന്ന് വല്ല നന്മയും ഉണ്ടാകുമോ? നഥാനിയേൽ അങ്ങനെ ചോദിക്കുകയാണ് പീലിപ്പോസിനോട്. പീലിപ്പോസ് പറഞ്ഞു, വന്ന് കാണുക. യേശുവിനെ വന്ന് കാണുവാൻ നാം ഏവരെയും ആഹ്വാനം ചെയ്യണം. നമ്മൾ പറഞ്ഞാൽ ചിലവ് മനസ്സിലാകുന്നില്ലായിരിക്കും. വന്ന് കാണുക. നഥാനിയേൽ തൻ്റെ അടുക്കിലേക്ക് വരുന്നത് കണ്ട യേശു അവനെപ്പറ്റി പറഞ്ഞു, ഇതാ നിഷ്കപടനായ ഒരു യഥാർത്ഥ ഇസ്രായേൽക്കാരൻ. അയ്യോ, നീ എന്നെ എങ്ങനെ അറിയുന്നു? എന്നെ ഇതുവരെ കണ്ടിട്ടില്ല, നീ എന്നെക്കുറിച്ച് ഇങ്ങനെ അങ്ങ് പറയുകയാണ്. നീ എന്നെ എങ്ങനെ അറിയുന്നു? യേശു പറഞ്ഞു, നീ അത്തിമരത്തിൻ്റെ ചുവട്ടിലിരിക്കുമ്പോൾ ഞാൻ നിന്നെ കണ്ടു. അത്തിമരത്തിൻ്റെ ചുവട്ടിൽ സാധാരണ ഇങ്ങനെ ഇരിക്കുന്നത് ദൈവവചനം വായിച്ച് ധ്യാനിക്കാനാണ് സാധാരണ. ആ ഒരു അവസരത്തിലായിരിക്കും കണ്ടത്. നാം എവിടെയായിരുന്നാലും നമ്മെ കാണുന്നവനാണ് യേശു ക്രിസ്തു. ഇതേ പ്രകാരമുള്ളൊരു സാക്ഷ്യം നമ്മെപ്പറ്റിയും പറയത്തക്ക വിധം നമുക്ക് ജീവിക്കാം. ഇന്ന് നമ്മൾ പഠിക്കുകയും ധ്യാനിക്കുകയും ചെയ്ത എഫേസ്യർ 5:7-9 വാക്യങ്ങളാണ്. കർത്താവിൻ്റെ സാന്നിധ്യം നമുക്ക് എപ്പോഴും ആശ്വാസം നൽകുന്നതാണ്. ഇന്ന് നമ്മൾ കർത്താവിൽ പ്രകാശമായിരിക്കുന്നു. അതുകൊണ്ട് പ്രകാശത്തിൻ്റെ മക്കളെപ്പോലെ നാം ജീവിക്കണം. ആത്മീയ ഫലങ്ങളെക്കുറിച്ചൊക്കെ നമ്മളൊന്ന് ചിന്തിച്ചു. ജീവവൃക്ഷത്തെക്കുറിച്ച് നമ്മൾ ചെറിയ കാര്യങ്ങൾ പഠിച്ചു. നമ്മെ വിളിച്ചവൻ്റെ നന്മ നാം പ്രകീർത്തിക്കണം. ഇനി നമ്മൾ